परमेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। നമ്മൾ കേനോപനിഷത്തിൽ ഒന്നാമത്തെ ഖണ്ഡമാണ് ശ്രദ്ധിച്ചത്. വളരെ ആർജവത്തോടുകൂടെ ഒരു വളച്ചുകെട്ടുമില്ലാതെ പരമസത്യത്തെ പ്രതിപാദനം ചെയ്യുന്ന ശൈലിയാണ് കേനോപനിഷത്തിൻ്റെത്. അതാണ് ഇതിൻ്റെ മഹത്വം. നമ്മുടെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുന്നൊരു പ്രതിപാദന ശൈലി. ഇതിൻ്റെ മഹത്വം സനാതനധർമ്മ സംസ്ഥാപനം ചെയ്യാൻ ഉപനിഷത്തുക്കൾക്കും ബ്രഹ്മസൂത്രങ്ങൾക്കും ഭഗവത്ഗീതയ്ക്കും ഭാഷ്യമെഴുതിക്കൊണ്ടാണ് ഭാഷ്യകാരൻ പരിശ്രമം ആരംഭിച്ചത്. ഇവയിൽ ഓരോ ഉപനിഷത്തിനും തന്നെ ഓരോ ഭാഷ്യം എന്നത് പ്രസിദ്ധമാണ്. എന്നാൽ കേനോപനിഷത്തിന് 2 ഭാഷ്യങ്ങളാണ്. ഒരു പദഭാഷ്യവും ഒരു വാക്യഭാഷ്യവും. മറ്റുപനിഷത്തുക്കൾക്കൊക്കെ ചെയ്ത അതേ ശൈലിയിൽ ഓരോ പദത്തിനും അർത്ഥം പറഞ്ഞ് മന്ത്രതാത്പര്യം പറയുന്നതാണ് പദഭാഷ്യം. എന്നാൽ മൊത്തം വാക്യത്തെ അപഗ്രഥിച്ച് അതിൻ്റെ താല്പര്യത്തെ പറഞ്ഞ് ഉപനിഷത്ത് താത്പര്യത്തെ പറയുന്നതാണ് വാക്യഭാഷ്യം. വിദ്വാൻമാർക്കിടയ്ക്ക് ഇത് ശാങ്കരകൃതി ഏതാണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ അഭിപ്രായങ്ങളും വ്യത്യാസങ്ങളും ഉണ്ട്. എങ്കിൽ തന്നെയും പരമ്പരാഗതമായി നമുക്ക് ഇങ്ങനെ 2 ഭാഷ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. രണ്ടിനും പ്രാമാണിക ടീക്കാകാരനായ ആനന്ദഗിരി സ്വാമികൾ ടീക്ക എഴുതിയിട്ടുമുണ്ട്. ഇത് സാന്ദർഭികമായി സൂചിപ്പിച്ചത് കേനോപനിഷത്തിൻ്റെ പ്രാധാന്യത്തെ, മാഹാത്മ്യത്തെ സൂചിപ്പിക്കാനാണ്. ഏതായാലും ഇവിടെ സർവകരണങ്ങളെയും പ്രവർത്തിപ്പിക്കുന്നത് ആര്? ഏതൊരു ഇച്ഛയാലും നിയോഗത്താലും കരണങ്ങളെല്ലാം പ്രവർത്തിതമാകുന്നു. ഈ ഒരു പ്രശ്നത്തോടുകൂടി ഉപനിഷത്ത് ആരംഭിച്ചു. യോഗ്യനായ ശിഷ്യൻ്റെ പ്രശ്നത്തിന് യുക്തമായ രീതിയിൽ ഗുരുനാഥൻ സമാധാനം പറഞ്ഞു. കരണങ്ങൾക്കും അഭ്യന്തരമായി കരണങ്ങളെ പ്രവർത്തിപ്പിക്കുന്ന ചൈതന്യവിശേഷമുണ്ട്. അതിനെ അറിയുമ്പോൾ കരണങ്ങളിലുള്ള ഞാനെന്ന അഭിമാനത്തെ അതിക്രമിക്കാൻ കഴിയുന്നു. അതിലൂടെ ധീരന്മാരായവർ മരണധർമ്മത്തിനുപരി എത്തിച്ചേരുന്നു. ഈ തത്വം സ്വരൂപം അവിടെ
ജ്ഞാനേന്ദ്രിയങ്ങളോ കർമ്മേന്ദ്രിയങ്ങളോ അന്ധകരണവൃത്തികളോ പ്രവർത്തിക്കുന്നില്ല. ബുദ്ധിക്ക് വിഷയമല്ല. മാത്രവുമല്ല, ഇതിനെ എങ്ങനെ ഉപദേശിക്കണം എന്നുള്ളത് നമുക്കറിയില്ല. എന്നാൽ അനാദികാലമായ ഗുരുപരമ്പര അറിയപ്പെട്ടതിൽ നിന്ന് അന്യമെന്നും അറിയപ്പെടാത്തതിനുപരിയെന്നും, അതായത് വിഷയമല്ല എന്ന് വ്യക്തമായി ഉപദേശിച്ചിട്ടുണ്ട്. വിഷയമല്ലാത്തത് ഒന്ന് മാത്രം, വിഷയി. അതുകൊണ്ട് നീ അന്വേഷിക്കുന്ന പരമസത്യം നിന്റെ വിഷയിയുടെ സ്വരൂപമാണ്. ഈ തത്വത്തെ കൂടുതൽ ബോധിപ്പിക്കാൻ വേണ്ടി വാക്ക്, മനസ്സ്, ചക്ഷുസ്, ശ്രോത്രം, പ്രാണൻ തുടങ്ങിയ ഒരു ഉപാധിയും പ്രവർത്തിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചു. മാത്രവുമല്ല, ഈ ഉപാധികളെ മുഴുവൻ പ്രവർത്തിപ്പിക്കുന്നത് എന്തോ അതാണ് പരമസത്യമെന്ന് നീ മനസ്സിലാക്കൂ. അതോടൊപ്പം പറഞ്ഞു, ഇതാണെന്ന് പറഞ്ഞ് ഉപാസിക്കപ്പെടുന്നതൊന്നും ബ്രഹ്മമല്ല. ഇവിടെയാണ് നമ്മൾ ചിന്തിച്ചു വെച്ച ഭാഗം. ഈ ഉപദേശം മുഴുവൻ ശ്രവിച്ചു ശിഷ്യൻ. യോഗ്യനാണ്. എങ്കിലും ഗുരുനാഥൻ ശിഷ്യൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ടുണ്ടാവും. ഞാൻ നല്ലതുപോലെ മനസ്സിലാക്കിയിരിക്കുന്നു എന്നൊരു ഭാവം അവൻ്റെ മുഖത്ത് അറിയാതെങ്ങാണ്ട് പ്രകാശിച്ചിട്ടുണ്ടാവും. കാരണം അത്ര സ്പഷ്ടമായിട്ടാണ് ഗുരു ഉപദേശിച്ചത്. ഇത്ര സ്പഷ്ടമായി ഉപദേശിക്കുമ്പോൾ നല്ലപോലെ മനസ്സിലാക്കിയെന്ന് തോന്നുന്നത് തെറ്റല്ലല്ലോ. അതുകൊണ്ട് നല്ലതുപോലെ മനസ്സിലാക്കി എന്നൊരു ഭാവം ശിഷ്യൻ്റെ മുഖത്ത് ഗുരുനാഥൻ പ്രകാശിച്ചു കണ്ടു. ഓട്ടനെ അതാ വരുന്നു ഉപദേശം. യദി മന്യസേ സുവേദേതി ദഹരമേവാപി നൂനം ത്വം വേത്ഥ ബ്രഹ്മണോ രൂപം യദസ്യ ദേവേഷ്വധനുമീമാംസ്യമേവ തേ മന്യേ വിദിതം. ഈ മന്ത്രത്തെ നമുക്ക് രണ്ടായി മുറിക്കാം. ആദ്യ ഭാഗം ഗുരുവിൻ്റെ നിർദ്ദേശം, രണ്ടാം ഭാഗം ശിഷ്യൻ്റെ പ്രതികരണം. യദി മന്യസേ സുവേദേതി ദഹരമേവാപി നൂനം ത്വം വേത്ഥ ബ്രഹ്മണോ രൂപം യദസ്യ ദേവേഷ്വധനു മീമാംസ്യമേവ തേ മന്യേ വിദിതം. യദി സുവേദ ഇതി മന്യസേ ത്വം, ചോദിക്കുകയാണ്, നീ നല്ലതുപോലെ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നല്ലതല്ലേ. നല്ലതുപോലെ മനസ്സിലാക്കിയെന്ന് ശിഷ്യൻ വിചാരിക്കണത് ഗുരുനാഥനും സന്തോഷമല്ലേ. കാരണം ഗുരുനാഥൻ മനസ്സിലാക്കാൻ വേണ്ടിയല്ലേ, അല്ലെങ്കിൽ മനസ്സിലാക്കിക്കാൻ വേണ്ടിയല്ലേ ഉപദേശിക്കുന്നത്. അപ്പം മനസ്സിലാക്കിക്കാൻ വേണ്ടി ഉപദേശിക്കുമ്പോൾ ശ്രവിച്ച ആള് നല്ലതുപോലെ മനസ്സിലാക്കുന്നു എന്നുള്ളത് ഗുരുനാഥന് സന്തോഷമുള്ളതല്ലേ. എന്നാൽ ഇവിടെ ഗുരു പറയാണ്, നീ നല്ലതുപോലെ മനസ്സിലാക്കി എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ ദഹരമേവാപി നൂനം ത്വം വേത്ഥ, നിശ്ചയമായും നൂനം ത്വം നീ ദഹരമേവാപി വേത്ഥ. ദഹരം അല്പം, അല്പമേ നീ അറിയുന്നുള്ളൂ.
നല്ലതുപോലെ മനസ്സിലാക്കിയെന്ന് നീ വിചാരിക്കുന്നുണ്ടെങ്കിൽ അല്പമേ നീ അറിയുന്നുള്ളൂ. ഇവിടെ ഭഗവാൻ ഭാഷ്യകാരൻ വളരെ വിശദമായ ചിന്തനം ചെയ്യുന്നുണ്ട്. ഇതെന്താ അതിങ്ങനെ, ഇതെന്തൊരു ഗുരുവായത്? നല്ലോണം മനസ്സിലാക്കി എന്ന് ശിഷ്യൻ വിചാരിക്കുന്നുവെങ്കിൽ അത് ഗുരുവിന് സന്തോഷം നൽകുന്നതല്ലേ. അപ്പം നല്ലോണം മനസ്സിലാക്കിയെങ്കിൽ നന്നായി എന്നല്ലേ ഗുരു പറയേണ്ടത്? അതിന് പകരം ഇവിടെ നല്ലോണം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നീ അല്പമേ മനസ്സിലാക്കിയിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. എന്താ ഈ അല്പമേ മനസ്സിലാക്കിയിട്ടുള്ളൂ എന്ന് പറഞ്ഞ അർത്ഥം? ഇപ്പോൾ ഒരു വസ്തുവിന് ഖണ്ഡങ്ങൾ സാധിക്കുമെന്ന് വിചാരിച്ചോളൂ, മുറിച്ച് കഷ്ണങ്ങളാക്കാമെന്ന് വിചാരിച്ചോളൂ. ഏതെങ്കിലും ഒരു വസ്തു മുറിച്ച് കഷ്ണങ്ങളാക്കാം, സങ്കല്പിക്കുക, ഒരു 5 കഷ്ണമാക്കാമെന്ന് വിചാരിച്ചോളൂ ഏതെങ്കിലും ഒരു വസ്തുവെ. അപ്പോൾ 5-1 മനസ്സിലാക്കിയിട്ടുള്ളൂ, അല്ലെങ്കിൽ 5-2 മനസ്സിലാക്കിയിട്ടുണ്ട്, 5-3 മനസ്സിലാക്കിയിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് പറയാം. അത് ശരിയാണ്. 5-5 മനസ്സിലാക്കിയെന്നും പറയാം. അപ്പോൾ പൂർണ്ണമായി മനസ്സിലാക്കി. എന്നാൽ അഖണ്ഡിതമായ ആത്മസ്വരൂപത്തെ അല്പമേ മനസ്സിലാക്കിയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു സ്ഥലത്ത് ഒരു കിണറിന് കുറുകെ ചാടണം, കിണറിൻ്റെ കുറുകെ ചാടണം. ഒരാൾ പറഞ്ഞു ഞാൻ 3/4 ചാടും. മറ്റേയാൾ പറഞ്ഞു എനിക്ക് അത്ര കഴിയില്ല, 1/2 ഞാൻ ചാടും. അപ്പം മൂന്നാമതൊരാൾ പറഞ്ഞു നിങ്ങൾ 2 കൂടുതൽ ഞാൻ ചാടും, ഒരു 10 ഇഞ്ച് കുറയും അപ്പുറത്തെത്താൻ, അത്രയേ ഉള്ളൂ. ഇയാൾ 10 ഇഞ്ചേ കുറയൂ അപ്പുറത്തെത്താൻ, പക്ഷേ ഈ 3 പേരും കിണറിൽ വീഴുന്നുള്ളതിൽ സംശയമൊന്നുമില്ല. 3 പേരും ചാടിക്കടക്കുന്നില്ല. അവിടെ 4 ചാടിയവനും കണക്കാണ്, 1/2 ചാടിയവനും കണക്കാണ്, 3/4 ചാടിയവനും കണക്കാ. കാരണം 3 ആളും ചാടിക്കടന്നിട്ടില്ല. അവിടെ ഒന്നുകിൽ ചാടിക്കടക്കുക അല്ലെങ്കിൽ ഉള്ളിൽ വീഴുക, ഇതേ ഉള്ളൂ. അഖണ്ഡിതമാണ് കിണറിൻ്റെ, അതിനെ മുറിച്ചിട്ട് മാറ്റാനൊന്നും വയ്യ. അതിൻ്റെ 4 ചാടിയാൽ ഉള്ളിൽ വീഴും, 1/2 ചാടിയാൽ ഉള്ളിൽ വീഴും, 3/4 ചാടിയാൽ ഉള്ളിൽ വീഴും. പിന്നെ 3/4 ചാടിയാൾക്ക് പ്രയത്നം കൂടുതലായി എന്നൊരു വിഷമം കൂടിയുണ്ട്, അത്രയേ ഉള്ളൂ. എന്തായാലും വീഴുകയാണ്, വീഴുന്നതിന് മുമ്പ് കുറച്ച് അധികം പണിയെടുത്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ പണിയെടുത്തതിന് കുറച്ച് കൂലി അധികം അയാൾക്ക് കിട്ടുമായിരിക്കാം, ജീവൻ ശേഷിച്ചിട്ടുണ്ടെങ്കിൽ. വീഴുന്നുള്ളതിൽ സംശയമില്ല. ഇതുപോലെ അഖണ്ഡിതമായ ബ്രഹ്മതത്വത്തെ സംബന്ധിച്ച് 1/4 ഭാഗം മനസ്സിലാക്കുക, 1/2 ഭാഗം മനസ്സിലാക്കുക, അല്പം മനസ്സിലാക്കുക, 3/4 മനസ്സിലാക്കുക, ഇങ്ങനെയൊന്നും ഇല്ല. ഒന്നുകിൽ അറിഞ്ഞു അല്ലെങ്കിൽ അറിഞ്ഞില്ല, അത്രയേ ഉള്ളൂ. ഇതേതാണെന്ന് നമുക്ക് നിർണ്ണയിക്കാം. അതുകൊണ്ട് ദഹരമേവാപിനൂനം ത്വം വേത്ത എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അർത്ഥം മറ്റൊന്നുമല്ല, നീ ഒരു വസ്തുവും മനസ്സിലാക്കിയിട്ടില്ല. പക്ഷെ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞിട്ട് ശിഷ്യനെ നിരുത്സാഹപ്പെടുത്തുകയോ ദുഃഖിപ്പിക്കുകയോ ചെയ്യണ്ടെന്ന് ഗുരുനാഥനും വിചാരിച്ചു. മെടുക്കാൻ 3/4 ചാടിയില്ലേ, ഒരു പ്രോത്സാഹനം ഒന്ന് പുറത്ത് തട്ടിയിട്ട്. എപ്പോഴാണ് പുറത്ത് തട്ടിയത്? കുഴിയിൽ നിന്നൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ട് ഒന്ന് പുറത്ത് തട്ടിയിട്ട് നീ 3/4 ചാടിയല്ലോ മെടുക്കാൻ എന്ന് പറയുന്ന കണക്കാ ദഹരമേവാപിനൂനം ത്വം വേത്ത എന്ന് പറയുന്നത്. നീ അല്പമേ മനസ്സിലാക്കിയിട്ടുള്ളൂ. അഖണ്ഡിതമായ തത്വത്തിൽ അല്പം എന്നതില്ല. അപ്പം എന്താ അർത്ഥം? നീ നല്ല പോലെ മനസ്സിലാക്കിയെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ നിനക്ക് ഒട്ടും മനസ്സിലായിട്ടില്ല. ഇതെന്താ അങ്ങനെ പറഞ്ഞേ? നോക്കൂ, എന്തെങ്കിലും ഒന്നിനെ ഞാൻ നല്ലതുപോലെ അറിഞ്ഞു എന്ന് പറയണമെങ്കിൽ അത് വിഷയമായിരിക്കണം. അതെ, അതൊരു വിഷയമായിരിക്കണം. ഒരു വിഷയത്തെ, എന്നാൽ വിഷയീകരിക്കപ്പെടുന്ന ഒന്നിനെ നമുക്ക് നല്ലതുപോലെ മനസ്സിലാക്കാൻ പറ്റും, നല്ലതുപോലെ അറിയാൻ പറ്റും, നല്ലതുപോലെ പഠിച്ചു
ഒരു വിഷയത്തെ പറയാം. എന്തെങ്കിലും ഒരു അനുഭവ വിശേഷത്തെ നല്ലതുപോലെ അനുഭവിച്ചു എന്ന് പറയാം. കാരണം അവിടെ അനുഭവിക്കുന്നവൻ അനുഭവത്തിൽ നിന്ന് ഭിന്നമായിട്ടുണ്ട്. വിഷയത്തെ വിഷയീകരിക്കുന്നവൻ വിഷയി ഭിന്നമായിട്ടുണ്ട്. എവിടെ വിഷയീ ഭേദമുണ്ടോ അവിടെ നല്ലതുപോലെ വിഷയീകരിക്കാം. ഞാൻ നിന്നെ നല്ലപോലെ കണ്ടു, ഞാൻ ആ പാട്ട് നല്ലപോലെ കേട്ടു, അതെ, ഞാൻ ആ രുചി നല്ലതുപോലെ രുചിച്ചു പറയാം. ആ പൂവ് ഞാൻ നല്ലതുപോലെ മണത്തു, അല്ലെങ്കിൽ അത് ഞാൻ നല്ലതുപോലെ സ്പർശിച്ചു. ഇനി വേണമെങ്കിൽ മനസ്സിൻ്റെ ബുദ്ധിയുടെ വൃത്തികളെയും നമുക്ക് പറയാം. ഞാൻ നല്ലതുപോലെ സങ്കല്പിച്ചു, ഞാൻ നല്ലതുപോലെ നിശ്ചയിച്ചു ഒക്കെ പറയാം. എന്നാൽ നല്ലതുപോലെ അറിഞ്ഞു, നല്ലതുപോലെ വിഷയീകരിച്ചു എന്ന വ്യവഹാരം കേവലം വിഷയങ്ങളെ സംബന്ധിച്ച് മാത്രമേ സാധ്യമാകൂ. അപ്പോൾ നല്ലതുപോലെ മനസ്സിലാക്കി എന്ന് മനസ്സിലാക്കുന്നുവെങ്കിൽ ബ്രഹ്മത്തെ ഒരു വിഷയമായിട്ടാണ് ഇയാൾ പഠിച്ചത്. നമ്മളെ കോളേജുകളിൽ കെമിസ്ട്രിയോ ഫിസിക്സോ അങ്ങനെ ഏതെങ്കിലും ചില വിഷയങ്ങൾ പഠിക്കുന്നത് പോലെ വേദാന്തവും പഠിക്കുന്നു എന്ന് വിചാരിച്ചോളൂ. ഉണ്ട്, ധാരാളമുണ്ട്. വേദാന്ത ശാസ്ത്രി, വേദാന്താചാര്യ ഒക്കെ ഉണ്ട്. അവിടെ ഒരു വിഷയമാണ്, ഒരു വിഷയമായിട്ട് ബ്രഹ്മത്തെക്കുറിച്ച് പഠിക്കുന്നു. പഠിച്ച ആൾക്ക് എന്താ തോന്നുന്നത്? ഞാൻ ബ്രഹ്മത്തെക്കുറിച്ച് നല്ലപോലെ മനസ്സിലാക്കിയിട്ടുണ്ട്, എൻ്റെ പരീക്ഷയ്ക്ക് ഞാൻ 100-ൽ 100 മാർക്കും മേടിക്കാൻ പോവുകയാണ്, റാങ്ക് കിട്ടുന്നു, 1ാം റാങ്ക്. അവിടെ വിഷയമാണ്, എൻ്റെ വിഷയമാണ് ബ്രഹ്മം. ചിന്തിക്കുക. അതുപോലെ ഗുരുവിൽ നിന്ന് ശ്രവിച്ച ശിഷ്യൻ മനസ്സിലാക്കുകയാണ്, ഞാൻ നല്ലതുപോലെ മനസ്സിലാക്കി. അതായത് അയാൾ ഒരു വിഷയമായിട്ടാണ് ബ്രഹ്മത്തെ അറിഞ്ഞത്, ബ്രഹ്മം വിഷയമല്ല. ദൃക്കും ദൃശ്യവും ഇങ്ങനെ രണ്ടായി നമുക്ക് അപഗ്രഥിക്കാം സർവത്തിനെയും. ദൃക്കും ദൃശ്യവും, കാണുന്ന ഞാനും കാണപ്പെടുന്ന ദൃശ്യവും, കേൾക്കുന്ന ഞാനും കേൾക്കപ്പെടുന്ന ശ്രാവ്യവും, അങ്ങനെ വിഷയവും വിഷയിയും. ശ്രദ്ധിക്കുക. അപ്പൊ സർവ വിഷയങ്ങളെയും വിഷയീകരിക്കുന്ന തൻ്റെ സ്വരൂപം വിഷയമല്ല. വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് നല്ല പോലെ എന്ന് പറയാം. അപ്പം നല്ല പോലെ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ബ്രഹ്മത്തെ ഒരു വിഷയമായിട്ടാണ് ശിഷ്യൻ എടുത്തത്. അത് ശരിയാവില്ലല്ലോ, അത് ശരിയാവില്ല. അതുകൊണ്ട് ഗുരുനാഥൻ പറഞ്ഞു, ദഹരമേവാപി നൂനം ത്വം വേത്ത. നീ അല്പമേ മനസ്സിലാക്കിയിട്ടുള്ളൂ. ത്വം വേത്ത, നീ അറിയുന്നു. ത്വം വേത്ത, നീ അറിയുന്നു. എങ്ങനെ? ദഹരം, അല്പം. പിന്നെ ചിലപ്പോൾ ഇങ്ങനെ ആവാം. ത്വം യത് ബ്രഹ്മവേദ തത് ദേവേഷു, ത്വം ദേവേഷു വേദ ബ്രഹ്മണഃ രൂപം. ഇനി നീ അറിയുന്നത് ചിലപ്പോൾ ബ്രഹ്മത്തെ ദേവന്മാരിലൊക്കെ ആവാം. ഉപാസ്യ ദേവതകളിൽ നമ്മൾ ബ്രഹ്മത്വബുദ്ധി അധ്യാരോപിക്കുന്നുണ്ട്. അഗ്നിയെ ഉപാസിക്കുന്ന ഉപാസകന് അഗ്നി പ്രത്യക്ഷ ബ്രഹ്മമാണ്. വായു ഉപാസകന് പ്രത്യക്ഷ ബ്രഹ്മമാണ്. ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി, ത്വാമേവ പ്രത്യക്ഷം ബ്രഹ്മ വദിഷ്യാമി. അതെ, ഗണപതിയെ പ്രത്യക്ഷ ബ്രഹ്മമായി കണ്ട് ഉപാസിക്കുന്നു, നല്ലതാണ്. വിഷ്ണുവെ പ്രത്യക്ഷ ബ്രഹ്മമായി കണ്ട് ഉപാസിക്കുന്നു.
പ്രത്യക്ഷമായിട്ട് കാണുന്നു. തൻ്റെ ഉപാസ്യ ദേവതയെ, ഇഷ്ടമൂർത്തിയെ പ്രത്യക്ഷമായിട്ട് ബ്രഹ്മമായി കാണുന്നു. ഹന്തഭാഗ്യം ജനാന. അതാണ് സാക്ഷാത് ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനാന. അവിടെ ഉപാസകൻ തൻ്റെ ഉപാസ്യത്തെ ബ്രഹ്മമായി കാണുന്നു. ഇവിടെ ഇത്തരം ദേവോപാധികളിലാണോ നീ ബ്രഹ്മത്വത്തെ മനസ്സിലാക്കിയത്? അധനു എങ്കിലും മീമാംസ്യമേവ തേ മീമാംസ്യമേവ, ഇനിയും നിനക്ക് മീമാംസ്യമാണ്. മീമാംസ്യം വീണ്ടും വീണ്ടും വിചാരം ചെയ്യപ്പെടേണ്ടത്. ഇവിടെ ശിഷ്യനെ നിരുത്സാഹപ്പെടുത്തി പറഞ്ഞയക്കുകയല്ല. നീ ഒരു വസ്തു മനസ്സിലാക്കിയിട്ടില്ല, പൊയ്ക്കോ എന്ന് പറയുകയല്ല. അപ്പോൾ നീ നല്ലപോലെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നീ മനസ്സിലാക്കിയിട്ടില്ല, അല്പമേ മനസ്സിലാക്കിയിട്ടുള്ളൂ. അല്ല, നല്ലതുപോലെ മനസ്സിലാക്കിയെന്നാണെങ്കിൽ ചിലപ്പോൾ നീ ദേവോപാധികളിലൊക്കെ ആയിരിക്കാം മനസ്സിലാക്കിയത്. അങ്ങനെയാവാം. അവനവൻ്റെ ഉപാസ്യ ദേവതയെ അറിഞ്ഞ് അതിൽ ബ്രഹ്മദൃഷ്ടി കൈവരിച്ച് നല്ല പോലെ അറിയുന്നു, നല്ല പോലെ ഉപാസിക്കുന്നു. ഇതിന് വിരോധമില്ല, അങ്ങനെ ആയിരിക്കാം. ഇത് രണ്ടാണെങ്കിലും ഗുരുവിൽ നിന്ന് കേട്ടതിനെ സംബന്ധിച്ച് മനനം ചെയ്തപ്പോൾ നല്ലതുപോലെ മനസ്സിലാക്കി എന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഉപാസ്യ ദേവതകളുടെ ഭാവത്തിൽ ബ്രഹ്മതത്വത്തെ മനസ്സിലാക്കാം. രണ്ടാണെങ്കിലും നിശ്ചയമായും നിനക്ക് മീമാംസ്യമേവതേ, മീമാംസ്യം തന്നെയാണ്, വിചാരണീയം തന്നെയാണ്. നീ ഇനിയും വിചാരം ചെയ്യണം. നോത്പദ്യതേ വിനാജ്ഞാനം വിചാരേണാന്യ സാധനൈഃ യഥാ പദാർത്ഥഭാനം ഹി പ്രകാശേന വിനാ ക്വചിത്. വിചാരം കൂടാതെ ആത്മബോധം പ്രകാശിക്കില്ല, സംശയമില്ല. അവിടെ ദൃഷ്ടാന്തവും പറഞ്ഞു, ഒരു സ്ഥലത്തൊരു വസ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ആ വസ്തുവെ നമുക്ക് ബോധിക്കണമെങ്കിൽ ബോധിപ്പിക്കുന്ന പ്രകാശം വേണം. അപ്പോൾ ബോധകമായ പ്രകാശമുണ്ടെങ്കിൽ മാത്രമേ ഉള്ളതായ ഉപസ്ഥിതമായൊരു വസ്തുവെ നമ്മൾ തിരിച്ചറിയൂ. അതുപോലെ നിത്യ ഉപലബ്ധി സ്വരൂപമായിരിക്കുന്ന ആത്മാവിനെ, സ്വരൂപത്തെ തിരിച്ചറിയണമെങ്കിൽ അവിടെ പ്രമാണത്തിൻ്റെ പദ്ധതി വേണം. പ്രമാണത്തിൻ്റെ പദ്ധതിയിൽ മുഖ്യമാണ് മനനം, വിചാരം. അതുകൊണ്ടാണ് ഭാഷ്യകാരൻ സംശയരഹിതമായി പറയുന്നത് നോത്പദ്യതേ വിനാജ്ഞാനം വിചാരേണാന്യ സാധനൈഃ. ശ്രദ്ധിക്കുക. വ്യക്തമാണല്ലോ. അതുകൊണ്ട് നിനക്ക് വിചാരണീയമാണ്. നീ പോയി വിചാരം ചെയ്യൂ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ശ്രവണം ചെയ്ത ശിഷ്യനോടാണ് വിചാരം ചെയ്യാൻ നിർദ്ദേശിക്കുന്നത്. ശ്രവണം ചെയ്യാത്ത, ശാസ്ത്രപ്രമാണത്തിൻ്റെ പദ്ധതിയിലൂടെ ശ്രവണം ചെയ്യാത്ത ആൾക്ക് വിചാരം ചെയ്താൽ അബദ്ധ നിഗമനങ്ങളിലായിരിക്കും എത്തിച്ചേരാൻ സാധിക്കുക. അതുകൊണ്ട് ഒരിക്കലും ശാസ്ത്രം, ശ്രുതി, ശ്രൗതമായ ഒരു ശാസ്ത്രവും തന്നെ നീ വിചാരം ചെയ്തോളൂ എന്നാരോടും പറഞ്ഞിട്ടില്ല. ശ്രവണം ചെയ്യിച്ച ശേഷമാണ് വിചാരം വിധിച്ചിട്ടുള്ളത്. ശ്രോതവ്യഃ മന്തവ്യഃ. അല്ലാതെ ആദ്യം മന്തവ്യഃ എന്ന് പറഞ്ഞിട്ടില്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പം വിചാരം സാധനയാണ്, പക്ഷേ വിചാരം ശ്രവണപൂർവകമാണ്. ഇത് നമ്മൾ ഒരിക്കലും മറക്കരുത്. ഇതാണ് അനാദികാലമായ സമ്പ്രദായം. ഇത്തരം സമ്പ്രദായങ്ങളുടെ മാർഗത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്ക് ഒരിക്കലും വഴിവഴക്കില്ല. അത് ശ്രദ്ധിക്കേണ്ടതാണ്. അധന് മീമാംസ്യമേവതേ. അതുകൊണ്ട് നിനക്ക് ഇനിയും മീമാംസ്യമാണിത്. ഇങ്ങനെ ഗുരുനാഥൻ നമ്മളോട് പറഞ്ഞാൽ പിന്നെ അവിടെ മറ്റൊരു ചോദ്യമില്ല.
അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ചാൽ ഗുരുനാഥൻ പറഞ്ഞു തരില്ലേ? ഇല്ലേ? ഒരു വൈദ്യരെടുത്ത് പോയി വൈദ്യർ പറയുന്നു, ഈ പഥ്യപൂർവം കഷായം സേവിച്ചോളൂ എന്ന് പറയുന്നു. പഥ്യവും പറഞ്ഞു കൊടുത്തു. കൂട്ടത്തിൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അവിടെ ചോദ്യം വരുന്നില്ല. അവിടെ വൈദ്യർ പറഞ്ഞ പഥ്യപൂർവമായിട്ട് കഷായം സേവിക്കുകയേ വേണ്ടു. അതെ, അവിടെ വേറൊരു ചോദ്യം വരുന്നില്ല. ഗുരുനാഥൻ മീമാംസ്യമേവത്തെ എന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ ഇതിൻ്റെ കൂടെ വേറെ വല്ലതും ചെയ്യണോ എന്നൊരു ചോദ്യം വരുന്നില്ല. വേദാന്തശാസ്ത്രത്തിൽ ശ്രവണത്തിൽ നിന്ന് ഭിന്നമായ ഒരു കരണത്തിലൂടെയുമല്ല ആത്മബോധം പ്രകാശിക്കുന്നത്. ശ്രദ്ധിക്കുക, ഇത് വസ്തുതന്ത്രമാണ്, കർത്തൃതന്ത്രമല്ല. വേദത്തിൽ ഒരു യജ്ഞവിശേഷത്തെ ഉപദേശിച്ചു, യാഗവിശേഷത്തെ ഉപദേശിച്ചു. ഉപദേശം പൂർണ്ണമാണ്, പക്ഷേ പൂർണ്ണമല്ല. എന്തുകൊണ്ടെന്നാൽ ഇനി യാഗസാമഗ്രികൾ ഒരുക്കണം, അതിനുള്ള എല്ലാ സംഭാരങ്ങളും വേണം, അതിനുള്ള വിധാനങ്ങൾ വേണം. ആ വിധാനങ്ങളെ ആചാര്യൻ തന്നെ പറഞ്ഞു തരും. അതൊക്കെ പറഞ്ഞു തന്ന് അതിനെല്ലാം ഒരുക്കി യാഗനിർവഹണം ചെയ്യുമ്പോഴേ അത് പൂർണ്ണമാകുന്നുള്ളൂ. അവിടെ യാഗഫലം എന്നുള്ളത് കർത്തൃതന്ത്രമാണ്, ചെയ്തു നേടേണ്ടതാണ്. എന്നാൽ വേദാന്തശാസ്ത്രത്തിൽ യാതൊരാത്മതത്വത്തെ പ്രതിപാദിക്കുന്നുണ്ടോ ആ പ്രതിപാദനം തന്നെ പൂർണ്ണമാണ്. അതിൽ നിന്ന് അധികമായി, അതിൽ നിന്ന് ഭിന്നമായി ഇനി ഒരു സംഭാരങ്ങളെയും ചേർക്കേണ്ടതില്ല. അപ്പം പിന്നെ മനനം പറയുന്നതോ, മനനത്തിൽ പുതുതായിട്ടൊന്നുമില്ല. ശ്രവണജനിതമായ വൃത്തിയെ വിവിധ യുക്തി കോണുകളിലൂടെ നിരീക്ഷിച്ച് സംശയവിപര്യങ്ങളെ നീക്കി ബോധിക്കുക എന്നുള്ളതാണ് വരുന്നത്. അവിടെ ശ്രവണത്തിലൂടെ ഉണ്ടായ പ്രത്യയത്തിൽ നിന്ന് ഭിന്നമായിട്ടൊന്നും നേടാനില്ല, ഒന്നും ചെയ്യാനില്ല. എന്തെങ്കിലും ചെയ്തിട്ട് ആത്മബോധം ഉണ്ടാക്കുക, അതില്ല. അത് ശ്രദ്ധിക്കുക. പറഞ്ഞാശയം വ്യക്തമെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി പറയാം. ഈ വേദാന്ത പ്രമാണത്തിലൂടെ അറിയുന്ന പരമസത്യം എന്നുള്ളത്, സത്യസാക്ഷാത്കാരം എന്നുള്ളത് വസ്തുതന്ത്രമാണ്, കർത്തൃതന്ത്രം അല്ല. അവിടെ ഉപദേശാനന്തരം എന്തെങ്കിലും ഒന്ന് ചെയ്ത് നേടേണ്ടതില്ല, ചെയ്തുണ്ടാക്കേണ്ടതില്ല, ചെയ്ത് സംസ്കരിക്കേണ്ടതില്ല, ചെയ്ത് വികാരം ജനിപ്പിക്കേണ്ടതില്ല. ശ്രവണജനിതമായ ബോധം തന്നെയാണ് ആത്മബോധം. എന്നാൽ അവിടെ വരാവുന്ന സംശയവിപര്യങ്ങളെ നീക്കാനും പ്രജ്ഞാവൈശദ്യം ഉണ്ടാവാനും മനനവും നിധിധ്യാസവും ഒക്കെ ഉണ്ട്. പക്ഷെ പുതുതായിട്ടൊന്നും അവിടെ ഇല്ല. ഇതാണ് വേദത്തിലെ യാഗാദികർമ്മ വിധികളിലും വേദാന്തോപദേശത്തിലുള്ള വ്യത്യാസം. അവിടെ കർത്തൃതന്ത്രതയുണ്ട്. കർത്താവ് ചെയ്ത് ക്രിയയ്ക്ക് അധീനമാണ് ഫലലബ്ധി. ഇവിടെ അതില്ല. ഇവിടെ ശ്രവണജനിതമായ ബോധം തന്നെയാണ് പരമം. പുതുതായിട്ടൊന്നും ചെയ്യാനില്ല. അപ്പോൾ മനനം ചെയ്യേണ്ടതെന്ന്, നിധ്യാസം ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അത് വേറൊന്നിനു വേണ്ടിയുള്ള ചെയ്യലല്ല, ശ്രവണജനിതമായ ബോധത്തെ തന്നെയാണത് പ്രകാശിപ്പിക്കുന്നത്, അല്ലാതെ പുതുതായിട്ടൊന്നിനെ അല്ല. ഈ വിഷയം പല പ്രാവശ്യം ഇനിയും വരും ചർച്ചയ്ക്ക്. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം ഈ വിഷയം ചർച്ചയ്ക്ക് വരും. കാരണം വേദാന്ത വിചാരത്തിൽ വളരെ പ്രഥമമാണിത്. ശുദ്ധമായ വേദാന്ത പ്രജ്ഞയ്ക്ക് നിർബന്ധമാണ് ഈ ചിന്ത. അതുകൊണ്ട് പല പ്രാവശ്യം നമ്മളിവിടെ ആവർത്തിക്കും. ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ പറഞ്ഞതുകൊണ്ട് ഇത് നമുക്ക് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ എല്ലാവർക്കും കഴിയില്ല. കാരണം നമ്മൾ ഈ ജീവിക്കുന്ന ലോകത്തിൽ പൊതുവെ കർത്തൃതന്ത്രത്തിൻ്റെതായ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാം ചെയ്തു നേടുക എന്നുള്ളതാണ്. അപ്പോൾ ആത്മബോധവും എന്തോ ചെയ്തു നേടേണ്ടതാണല്ലോ എന്നൊരു ശങ്ക നമുക്ക് വരാം. അതുകൊണ്ടാണ് ഇത് ഉറപ്പിച്ച് പറയേണ്ടുന്നത്. അപ്പോൾ
ശ്രവണജനിതമായ വൃത്തിയിൽ നിന്ന് ഭിന്നമായിട്ടൊന്നും നേടാനില്ല. ശ്രവിച്ചതിനെ നീ പോയി വിവിധ യുക്തികളെ കൊണ്ട് വിചാരം ചെയ്യൂ. നേരെ മറിച്ച് ശ്രവണത്തിന് മുമ്പാണ് വിചാരം ചെയ്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പം അവൻ എന്തൊക്കെയാണ് വിചാരം ചെയ്യാന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഇതിലൊക്കെയാണ് അവൻ്റെ വിചാരം പോവുക എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ശ്രവണാനന്തരമാകുന്നു വിചാരം. അധന് മീമാംസ്യമേവത്തെ. ഇത് ഗുരുനാഥൻ നിർദ്ദേശിച്ചാൽ ശിഷ്യന് അവിടെ മറ്റൊരു പ്രശ്നം ഉന്നയിക്കാനില്ല. ഒറ്റ പണിയുള്ളൂ. എന്താണ്? പോയിക്കോളുക, വിചാരം ചെയ്തോളുക. അപ്പം ഭാഷ്യകാരൻ പറഞ്ഞു, ഇത് കേട്ട ഉടനെ ശിഷ്യൻ പോയി അനുകൂലമായ എവിടെയോ പോയി, എവിടെയാ നമുക്കറിയില്ല, വിചാരം ചെയ്തു. നല്ലതുപോലെ വിവിധ യുക്തികളെ കൊണ്ട് വിചാരം ചെയ്തു. ശരിയായ ദിശയിൽ വിചാരത്തെ നയിക്കാൻ ശ്രുതി തന്നെ നമുക്ക് അനേക മാർഗങ്ങളെ പറഞ്ഞു തന്നിട്ടുണ്ട്. പഞ്ചകോശ വിവേകത്തിൻ്റെ, പഞ്ചഭൂത വിവേകത്തിൻ്റെ, അവസ്ഥാത്രയ വിവേകത്തിൻ്റെ, ഇങ്ങനെ അനേക വിവേക മാർഗങ്ങൾ ഈ വിചാരപ്രക്രിയയിൽ സഹായിക്കാൻ വേണ്ടി, ശരിയായ ദിശ നൽകാൻ വേണ്ടി നമുക്ക് ഋഷീശ്വരന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിലേത് പ്രക്രിയ അവനവന് സ്വീകാര്യമാണോ അതിനെ സ്വീകരിക്കാം. പിന്നെ വിചാരം ചെയ്യാൻ നമുക്ക് ലോകത്തിൽ നിത്യജീവിതത്തിൽ നമുക്കുണ്ടാവുന്ന അനുഭവങ്ങളിൽ നിന്ന് ഏത് ഭാഗം വേണമെങ്കിൽ സ്വീകരിക്കാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, ലോകജീവിതത്തിൽ പല സന്ദർഭങ്ങളും ഉണ്ടാവും. അതിനെയൊക്കെ പിൻപറ്റി നമുക്ക് വിചാരം ചെയ്യാം. ഇതിലൂടെയൊക്കെ വിചാരം ചെയ്ത് സ്ഫുടം ചെയ്തെടുക്കുന്നത് ശ്രവണജമായ ബോധമാണ്. മീമാംസ്യമേവത്തെ. അതുകൊണ്ട് നിനക്ക് വിചാരം ചെയ്യേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. ഇത് കേട്ട് ശിഷ്യൻ പോയി വിചാരം ചെയ്തു. നല്ലപോലെ വിചാരം ചെയ്തു. വിചാരം ചെയ്ത് സംശയ നിവൃത്തി വന്നു. എന്നിട്ട് ഗുരുനാഥൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, മന്യേ വിദിതം. വിദിതം മന്യേ. വിദിതം അറിയപ്പെട്ടു, അറിഞ്ഞു. വിദിതമായി, അറിയപ്പെട്ടു എന്നായി. മന്യേ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വലിയൊരു വ്യത്യാസമുണ്ട് ഇവിടെ. ഗുരുനാഥൻ ചോദിച്ചത്, നീ നല്ലതുപോലെ മനസ്സിലാക്കി എന്നാണോ വിചാരിക്കുന്നത് എന്നാണ്. നല്ലതുപോലെ മനസ്സിലാക്കി എന്ന് വിചാരിച്ചില്ലായിരുന്നെങ്കിൽ അപ്പം ശിഷ്യൻ എന്ത് പറയുമായിരുന്നു? ഇല്ല ഗുരു, ഞാൻ നല്ലതുപോലെ മനസ്സിലാക്കിയെന്ന് വിചാരിച്ചിട്ടില്ല, അങ്ങേക്ക് തെറ്റിദ്ധാരണ തോന്നിയതാണെന്ന് ശിഷ്യന് പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? തീർച്ചയായിട്ടുമുണ്ട്. ഗുരു എന്തെങ്കിലും അബദ്ധം പറഞ്ഞാൽ അതിന് അംഗീകരിക്കേണ്ട ആവശ്യമില്ല. അയ്യോ ഗുരു അല്ലേ, മണ്ടരുത്, അങ്ങനെയില്ല. വൈദിക ചിന്താപദ്ധതിയിൽ അതില്ല. ഗുരുവിൻ്റെ മുമ്പിൽ എന്തും തുറന്ന് പറയാം. ഗുരുവിൻ്റെ മുമ്പിലല്ലാണ്ട് ആരെ മുമ്പിലെല്ലാം തുറന്ന് പറയുക? അല്ലേ? ചിന്തിച്ചു നോക്കൂ. ഗുരുവിൻ്റെ മുമ്പിലേ നമുക്കെല്ലാം തുറന്ന് പറയാൻ പറ്റും, വേറെ ആരുടെ മുമ്പിലും പറയാൻ പറ്റില്ല. വേറെ ആരുടെ മുമ്പിൽ പറഞ്ഞാലും വല്ലപ്പാ. അപ്പം അതുകൊണ്ട് അഥവാ ഗുരു തന്നെ തെറ്റിദ്ധരിച്ചതായിരുന്നെങ്കിൽ, തന്നിൽ തെറ്റധ്യാരോപിച്ചതായിരുന്നെങ്കിൽ ശിഷ്യൻ അപ്പം തന്നെ അത് പറയാമായിരുന്നു. ഇല്ല ഗുരു, ഞാൻ നല്ലപോലെ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നില്ല എന്ന് പറയാമായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ടില്ല. അതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? നല്ലതുപോലെ മനസ്സിലാക്കി എന്ന് ശിഷ്യൻ നേരത്തെ വിചാരിച്ചിരുന്നു. അപ്പൊ ഗുരു പറഞ്ഞത് ശരിയാ. അതുകൊണ്ട് ശിഷ്യൻ പോയി വിചാരം ചെയ്തു. വിചാരം ചെയ്ത് തിരിച്ചു വന്നിട്ട് എന്താ പറഞ്ഞത്? വിദിതം. നേരത്തെ ആയിരുന്നെങ്കിൽ എന്താ പറഞ്ഞിരുന്നത്? പറഞ്ഞിട്ടില്ല, പറയേണ്ടിയിരുന്നത് സുവിദിതം. സു പോയി. നേരത്തെ ആണെങ്കിൽ പറയേണ്ടിയിരുന്നത് സുവിദിതം മന്യേ. ഓ, നല്ല പോലെ മനസ്സിലാക്കി എന്നാ ഞാൻ വിചാരിക്കുന്നത് എന്നായിരുന്നു നേരത്തെ പറയേണ്ടിയിരുന്നത്. എന്നാൽ വിചാരം ചെയ്തു ശിഷ്യൻ,
അനുഭവസമ്പന്നനായി. അനുഭവസമ്പന്നനായ ശിഷ്യനിൽ നിന്ന് സു കൊഴിഞ്ഞുപോയി, സുവിദിതം കൊഴിഞ്ഞുപോയി. വിദിതം നല്ലപോലെ അറിഞ്ഞു എന്നുള്ളത് പോയി. പിന്നെ ഇപ്പം എന്തായി? അറിഞ്ഞു. കാരണം നല്ലതുപോലെ എന്ന വിശേഷണത്തിന് യോഗ്യമല്ല സ്വരൂപം. ചോദ്യം ശേഷിക്കുന്നു. അപ്പോൾ വിദിതം എന്ന് പറയാൻ പറ്റുമോ? വിദിതം എന്ന് പറയണമെങ്കിലും വിദിതമായതിൽ നിന്ന് വേത്താവ് വേറെ വേണ്ടേ? അറിയുന്നവൻ വേറെ വേണ്ടേ? അറിയുന്നവൻ വേറെ ഉണ്ടെങ്കിലല്ലേ ഒരു വിഷയം അറിയപ്പെട്ടതാകൂ. അങ്ങനെ അറിയപ്പെട്ടതാകുന്ന വിഷയമാണോ ആത്മാവ് എന്നൊരു ചോദ്യം അവിടെ ശേഷിക്കുന്നുണ്ട്. അത് ശിഷ്യൻ അറിയാം. അതുകൊണ്ട് അടുത്ത മന്ത്രത്തിൽ അത് വ്യക്തമാക്കുന്നുണ്ട്. അടുത്ത മന്ത്രം പഠിച്ചിട്ട് ഇതിൻ്റെ നിഗമനത്തിൽ നമ്മൾ എത്താൻ പാടുള്ളൂ. എങ്കിലും ഇവിടെ പ്രകടമായൊരു പരിവർത്തനം സംഭവിച്ചത് സു എന്നുള്ള വിശേഷണം പോയി. നല്ലപോലെ മനസ്സിലാക്കിയിരിക്കുന്നു എന്നത് പോയി, മനസ്സിലാക്കിയിരിക്കുന്നു എന്നതായി. വിഷയമല്ല ബ്രഹ്മം എന്നിവിടെ ബോധിച്ചു. അല്ലെങ്കിൽ തൻ്റെ ആ അറിവിനെ ഇവിടെ പ്രകടമാക്കി. വേദാന്ത വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അപകടം വരുന്നൊരു മേഖലയാണ്, അല്ലെങ്കിൽ ആ മേഖലയെ സൂചിപ്പിക്കുന്നൊരു പദമാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. അനുഭവസമ്പന്നനായി ശിഷ്യനാണ്. അപ്പം അനുഭവസമ്പന്നനായി ശിഷ്യനെന്ന് പറയുമ്പോൾ അവിടെ ശരിക്ക് ശാസ്ത്രവിചാരം ചെയ്തില്ലെങ്കിൽ തെറ്റിദ്ധാരണ വരാൻ സാധ്യതയുണ്ട്. കാരണം പലരും പറയും ശാസ്ത്രമൊക്കെ പഠിച്ചു, വേദാന്തമൊക്കെ നല്ലപോലെ പഠിച്ചു, ഇനിയിപ്പോൾ അനുഭവം ഉണ്ടാവണം, അനുഭവത്തിന് കാത്തിരിക്കുക. ഗുരുനാഥനിൽ നിന്ന് ശ്രവണം ചെയ്തു, മനനമൊക്കെ ചെയ്തു, സന്തോഷം, ഇനി അനുഭവത്തിന് കാത്തിരിക്കുക. വേറൊരാൾ, എടാ നിനക്ക് ബ്രഹ്മാനുഭവം ഉണ്ടായോ? എനിക്കുണ്ടായിട്ടില്ല. നിനക്കുണ്ടായോ? ഓ എനിക്കുണ്ടായിട്ടുണ്ട്. ശരി. ഇങ്ങനെ ഈ അനുഭവം എന്ന് പറഞ്ഞ് ഇതെന്തോ ഒരു സാധനമാണെന്ന് വിചാരിച്ചിട്ട് വേദാന്ത വിദ്യാർത്ഥികൾ പലപ്പോഴും ഉഴറാറുണ്ട്. എന്നല്ല, ഒരിക്കലും വരാത്ത അതിഥിയെ കാത്തിരിക്കാറുണ്ട്. കൃതിസാധ്യമായ എന്തോന്ന് നേടാനുള്ളത് പോലെയാണ് അനുഭവം ഉണ്ടായിട്ടില്ല, അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെയുള്ള പരാമർശം കേൾക്കുമ്പോൾ നമുക്ക് തോന്നുക. ഇവിടെയാണ് അടിസ്ഥാനപരമായ വ്യത്യാസം. അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവാനൊന്നും, രണ്ട് കൊമ്പ് മുളയ്ക്കാനുണ്ടോ? എന്തനുഭവം ഉണ്ടാവാനുള്ള? വിഷയങ്ങളുടെ അനുഭവത്തിൽ ശരിയാണ്, അനുഭവിക്കുന്നവനും അനുഭവിക്കുന്നവനിൽ നിന്ന് ഭിന്നനായിട്ടുള്ള അനുഭവമുണ്ട്. ഞാനിപ്പോൾ ഇവിടെ വരുന്നതിന് മുമ്പ് ഒരു 2 മിനിറ്റ് മുമ്പ് ഒരു കട്ടൻ ചായ കുടിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ചായ കുടിച്ചു എന്നുള്ളത് സത്യമാണ്. ആ ചായയെ അനുഭവിച്ച ഞാനുണ്ട്, അനുഭവിക്കപ്പെട്ട ചായയുണ്ട്. വിഷയം വിഷയി എന്ന ഭേദമുള്ളിടത്ത് അനുഭവമുണ്ട്. ഇതുപോലെ ബ്രഹ്മാനുഭവം എന്നൊന്ന് വരാനുണ്ടോ? പൊതുവെ ആധ്യാത്മിക പ്രഭാഷണങ്ങളിൽ 95% നമ്മൾ കേട്ട് ശീലിച്ചത് എന്തോ ഒരു അനുഭവം വരാനുണ്ടെന്നാണ്. എന്നിട്ട് നിരാശരായി വേദാന്തമൊക്കെ പഠിച്ചിട്ട് ഇത്രയും കാലമായിട്ട് എനിക്ക് അനുഭവമൊന്നുമില്ലല്ലോ എന്നൊരാൾ, എനിക്ക് അനുഭവം വന്നു എന്നൊരാൾ, എനിക്ക് അനുഭവം വരുന്ന ഒരാൾ. എന്തനുഭവം അപ്പോൾ വരാനുള്ളേ? അപ്പോൾ സ്വാമി അനുഭവമൊന്നും ഇല്ല എന്നാണോ സ്വാമി പറയണേ? അയ്യോ അങ്ങനെ പറഞ്ഞില്ല, അനുഭവം ഒന്നുണ്ട്. അപ്പം പിന്നെ എന്താ അപ്പം ഇതിൻ്റെ നിഗമനം? സാധാരണ വിഷയവ്യാപാരത്തിലുള്ളതുപോലെ അനുഭവിക്കുന്നവനിൽ നിന്ന് ഭിന്നമായി ഒരനുഭവം ഉണ്ടാവാൻ ഇല്ല. ഇവിടെ എന്താണ് ഈ അനുഭവം എന്നുള്ള വിഷയത്തിൽ വാക്യഭാഷ്യകാരൻ, ഭഗവാൻ ഭാഷ്യകാരൻ തൻ്റെ വാക്യഭാഷ്യത്തിൽ ഒരു ചെറിയൊരു വാചകം പറഞ്ഞു തരുന്നുണ്ട് നമുക്ക്. പ്രത്യയത്രയൈകത്ര സംഗതി, 3 പ്രത്യയങ്ങളുടെയും ഒന്നിലുള്ള ഏകീഭവനമാണ് അനുഭവം. നോക്കൂ, ഞാൻ ആദ്യം
ഗുരുനാഥനരികെ പോയി. ഗുരു തന്നെ, എന്നൂടി പറയാം, ശ്രദ്ധിക്കുക. ഞാൻ ആദ്യം ഗുരുനാഥനരികെ പോയി. ഗുരു തന്നെ, ഗുരുവാണ്, ലഘുവല്ല, ഗുരു തന്നെ. ഗുരുനാഥൻ ഉപദേശിച്ചു. അപ്പോൾ എന്തുപദേശിച്ചു? ഗുരുനാഥൻ ശാസ്ത്രം ഉപദേശിച്ചു. ശ്രദ്ധിക്കണേ, ഒന്നിച്ച് പോണേ, നമ്മൾ ഒന്നിച്ച് സഞ്ചരിക്കണം. അപ്പം ഗുരുനാഥൻ ഉപദേശിച്ചു. എന്തുപദേശിച്ചു? ഗുരുനാഥൻ ശാസ്ത്രം ഉപദേശിച്ചു. ശ്രദ്ധയോടുകൂടി ഞാൻ കേട്ടു. അപ്പം ഞാൻ കേട്ട ഗുരുവിൻ്റെ ഉപദേശം, അതെന്നിലുണ്ടാക്കിയ പ്രത്യയം, അത് ശാസ്ത്രമാണ്. ഗുരു ഉപദേശിച്ച ശാസ്ത്രമാണ്. ആ ശാസ്ത്രശ്രവണത്തിൽ നിന്നുള്ള പ്രത്യയം, അപ്പം എന്നാൽ കേൾക്കപ്പെട്ട ഗുരുവിൻ്റെ ഉപദേശം, എന്നാൽ കേൾക്കപ്പെട്ട ശാസ്ത്രം, ഇവിടെ ശ്രവണ മനനങ്ങളെ കൊണ്ട് എനിക്ക് ആശയത്തിന് വ്യക്തത ഉണ്ടാവുന്നു. പക്ഷേ ശ്രദ്ധിക്കുക, ഏതൊരു വ്യക്തിയും യുക്തിബോധമുള്ള ആളായിരിക്കണം വേദാന്ത ശ്രവണം ചെയ്യുന്നത്. യുക്തിരഹിതന് വേദാന്തത്തിൽ പ്രത്യേകിച്ച് പ്രവേശനം ചെയ്തിട്ട് പ്രയോജനമൊന്നുമില്ല. യുക്തിബോധം വേണം. വിശ്വാസിക്കുള്ളതല്ല വേദാന്തം. വിശ്വാസിക്ക് വേറെ പലതും ഉണ്ട്. വിശ്വാസം വേണ്ടെന്നല്ല, വിശ്വാസിക്ക് വേറെ പലതും ഉണ്ട്. വേദാന്തം യുക്തികുശലൻ, യുക്തിബോധമുള്ളവനാണ്. അപ്പോൾ സ്വാഭാവികമായും ഗുരു, ശാസ്ത്രം ഇവ തന്നിൽ പ്രത്യയത്തെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും സമാന കാലഘട്ടത്തിൽ തന്നെ തൻ്റെ ഉള്ളിൽ സംശയങ്ങളും വിപരീതങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഗുരുവിലും ഗുരു ഉപദേശിച്ച ശാസ്ത്രത്തിലും പല സംശയങ്ങളും വിപരീത ഭാവനകളും വിപ്രതിപത്തികളും ഒക്കെ തൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് ദോഷമല്ല. ഒരു വേള ഗുരുവിൽ പോലും നമ്മൾ സംശയിച്ചു എന്ന് വരും. ഗുരു ഉപദേശിക്കുന്ന ശാസ്ത്രത്തിൽ നമുക്ക് സംശയം വരും. അങ്ങനെ സംശയിക്കുന്നു എന്നുള്ളത് പാപമല്ല, തെറ്റല്ല, നല്ലതാണ്. യുക്തിബോധമുള്ളവർക്ക് മാത്രമേ സംശയവും വിപര്യവും വരൂ. ഈ ഘട്ടത്തിൽ ചിലപ്പോൾ നമ്മൾ ആ ഗുരുവേയും ആ ശാസ്ത്രത്തെയും ഒക്കെ ഉപേക്ഷിച്ചു എന്ന് വന്നേക്കാം ചിലപ്പോൾ. എന്നാൽ വിചാരത്തിൻ്റെ മാർഗത്തിൽ കൂടുതൽ കൂടുതൽ സൂക്ഷ്മതയോടുകൂടി പോകുന്ന, ഗുരുവിൻ്റെ ഉപദേശ സമ്പ്രദായത്തെ നിരീക്ഷിക്കുന്ന ശിഷ്യനെ സംബന്ധിച്ച്, സാധകനെ സംബന്ധിച്ച് ശ്രദ്ധ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമ്പത്ത് കൂടെയുണ്ടെങ്കിൽ ഗുരുനാഥൻ ഉപദേശിച്ച ശാസ്ത്രത്തെക്കുറിച്ച് തന്നെ കൂടുതൽ 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 വിചാരം ചെയ്ത് മുന്നോട്ട് പോവാൻ സാധിക്കും. ശ്രദ്ധ എന്ന ഏറ്റവും വലിയ സമ്പത്ത് കൂടെയുണ്ടെങ്കിൽ എന്ന് പറഞ്ഞത് ശ്രദ്ധിക്കുക. കാരണം ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധ്യാവധാരണം സാ ശ്രദ്ധാ കഥിതാ സദ്ഭി യയാ വസ്തുപലഭ്യതേ. യാതൊന്നിനെ കൊണ്ടാണോ പരമമായ വസ്തുപ്രാപ്തി ഉണ്ടാവുന്നത് അതാണ് ശ്രദ്ധ. അതെന്താണ്? ശാസ്ത്രത്തിൻ്റെയും ഗുരുവാക്യത്തിൻ്റെയും സത്യത്വ ബുദ്ധിയോടുകൂടിയുള്ള സ്വീകരണമാണ് ശ്രദ്ധ. ഈ ശ്രദ്ധ എന്ന പരമസമ്പത്തുണ്ടെങ്കിൽ നമുക്ക് സംശയമുണ്ടെങ്കിലും വിപരീതമുണ്ടെങ്കിലും നമ്മൾ വീണ്ടും വീണ്ടും വിചാരം ചെയ്തു തന്നെ മുന്നോട്ട് പോകും. അതിനെ നമ്മൾ ഉപേക്ഷിക്കില്ല. അങ്ങനെ വിചാരം ചെയ്യുന്ന സമയത്ത് സംശയങ്ങൾ പെരുകി വരും. ഓ, എത്ര സംശയങ്ങൾ ഒന്നായി വരുന്നത്. എന്നാൽ ശ്രവണ മനനങ്ങളെ തുടർന്ന് തന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് സ്വയം അനുഭവത്തിൽ വരും,
സംശയങ്ങൾ കുറഞ്ഞ് ഒരു ഘട്ടത്തിൽ കൂടി വന്ന് പിന്നെ കുറഞ്ഞ് സംശയ വിപര്യങ്ങളൊക്കെ നീങ്ങുന്ന അവസ്ഥാവിശേഷം വരും. ഇങ്ങനെ സർവ്വ സംശയങ്ങളും നീങ്ങുന്ന സന്ദർഭത്തിൽ ഇവിടെയാണ് ശാസ്ത്രം, ഗുരു, സ്വപ്രത്യയം മൂന്നും ഒന്നായിത്തീരുന്നത്. ഇപ്പോൾ ശാസ്ത്രം, ഗുരു, സ്വപ്രത്യയം മൂന്നും ഒന്നായി. ഇപ്പം മൂന്നില്ല. ഇതാണ് വാസ്തവത്തിൽ നമ്മൾ ആത്മാകാരവൃത്തി എന്നൊക്കെ പറയുന്നത്. ഇപ്പോഴേ ആത്മാകാരവൃത്തി ഉദിച്ചിട്ടുള്ളൂ. ഇത് വളരെ ഗഹനമായ വിഷയമാണ്. നമ്മൾ രണ്ട് കൂട്ടരും ഒന്നായിരിക്കണം. എന്നിട്ട് സൂക്ഷ്മ മനനത്തിലൂടെ ഈ തലത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയണം. കാരണം ഇപ്പം നമ്മൾ ചർച്ച ചെയ്ത് എത്തിയിരിക്കുന്നത് വേദാന്തത്തിൻ്റെ ഏറ്റവും സുസൂക്ഷ്മ തലത്തിലാണ്. ആർക്കും ദഹനക്കേടൊന്നും ഉണ്ടാവരുത്. തമാശ പറയല്ല. അപ്പോൾ ഇവിടെ ഗുരുവാക്യം, ശാസ്ത്രവാക്യം, സ്വപ്രത്യയം ഒന്നായി ഭവിച്ചു. ഇതിനെയാണ് വേദാന്ത ശാസ്ത്രത്തിൽ അനുഭവം എന്ന് പറയുക. അല്ലാതെ വേറെ ബാഹ്യമായ എന്തോ ഒരു അനുഭവം ഉണ്ടാവാൻ ഇല്ല. ബാഹ്യമായ എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ അതൊക്കെ അനുഭവിക്കുന്നവനും അനുഭവിക്കപ്പെടുന്നതും എന്ന ദ്വന്ദ്വത്തോടു കൂടിയതാണ്. അവിടെ അനുഭവം എന്നതുകൂടി ചേരുമ്പോൾ ത്രിപുടിയുണ്ട്. അറിയുന്നവൻ, അറിയപ്പെടുന്നത്, അറിവ് എന്ന ത്രിപുടി. അവിടെ ത്രിപുടി സീമയെ നമ്മൾ കടന്നിട്ടില്ല. ശ്രദ്ധിക്കുക. അപ്പൊ ത്രിപുടിയോട് കൂടിയ ജ്ഞാനം മോശമാണോ? ഒരിക്കലും മോശമല്ല, എത്രയോ ഉത്കൃഷ്ടമാണ്. ഞാൻ അറിയുന്നു എന്ന തലത്തിലുള്ള അറിവും വളരെ ഉത്കൃഷ്ടമാണ്. പക്ഷേ അത് ഈ ബ്രഹ്മാനുഭവം എന്നുള്ള തലമായിട്ടില്ല. ഇവിടെ അനുഭവിക്കുന്നവൻ, അനുഭവിക്കപ്പെടുന്നത്, അനുഭവം എന്ന ഭേദമില്ല. അതുകൊണ്ടാണ് പ്രത്യയത്രയ ഏകത്ര സംഗതി എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഗുരുവാക്യം, ശാസ്ത്രവാക്യം, സ്വപ്രത്യയം എന്നിവ ഭിന്നം അല്ല. ശ്രദ്ധിക്കുക, ഇവിടെ സ്വയം പ്രമാണഭൂതനായി കഴിഞ്ഞു. ഇല്ലേ? ചിന്തിച്ചു നോക്കൂ. നേരത്തെ ഗുരുനാഥൻ പറഞ്ഞ ശാസ്ത്രം അല്ലെങ്കിൽ ശാസ്ത്രം പറയുന്ന ഗുരു, ഇതിനെ മനനം ചെയ്യുന്ന താൻ, ഇങ്ങനെ മൂന്നുണ്ടായിരുന്നു. ഇപ്പൊ ഈ മൂന്നില്ല. ഇപ്പൊ സ്വയം ശാസ്ത്ര പ്രമാണഭൂതനായി. വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. ഈ തലത്തിലാണ് ശിഷ്യന്റെ ഭാഷണം. മന്യേ വിദിതം. അപ്പോൾ ഇവിടെ മന്യേ വിദിതം എന്ന് പറഞ്ഞത് മന്യേസു വിദിതം എന്നുള്ള അർത്ഥത്തിലാണെങ്കിലോ അങ്ങനെയാവാലോ. ഞാൻ നല്ലതുപോലെ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന അർത്ഥത്തിലാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞതെങ്കിലോ. അപ്പോൾ ഉടനെ ശിഷ്യൻ തുടർന്ന് പറയുകയാണ്, ഭഗവാൻ ഭാഷ്യകാരൻ പറയുന്നത് പറയാന്നൊന്നുമല്ല, ഗർജിക്കുകയാണെന്നാ പറഞ്ഞ്. ഗുരുനാഥൻ്റെ മുമ്പിൽ ശിഷ്യൻ ഒരു ഗർജനം ചെയ്തു എന്നാ, ജഗർജ, ഗർജിച്ചു ഭാഷ്യകാരൻ പറയണത്. എന്താ ഗർജിച്ചേ? നാഹം മന്യേസു വേദേതി നോന വേദേതി വേദച യോ നസ്തദ്വേദ തദ്വേദ നോന വേദേതി വേദച. വല്ലാത്തൊരു മന്ത്രമാണ്. നാഹം മന്യേസു വേദേതി
നോ ന വേദേതി വേദച യോ നസ്തദ്വേദ തദ്വേദ നോ ന വേദേതി വേദച നാഹം മന്യേ സുവേദ ഇതി. ഞാൻ നല്ലതുപോലെ മനസ്സിലാക്കിയിരിക്കുന്നവനാണെന്ന് വിചാരിക്കുന്നില്ല. അങ്ങനെ വിചാരിക്കേണ്ട. അപ്പം ഞാൻ മന്യേ വിദിതം എന്ന് പറഞ്ഞതിന് മന്യേ സുവിദിതം എന്നർത്ഥം ഇല്ല. സുവേദ ഇതി നാഹം മന്യേ, ഞാൻ നല്ലതുപോലെ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നില്ല. അപ്പം നല്ലതുപോലെ മനസ്സിലാക്കിയിരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിയിട്ടില്ല എന്നല്ലേ അർത്ഥം? നോ ന വേദേതി, മനസ്സിലാക്കിയിട്ടില്ല എന്നില്ല. അത് വിചാരിക്കണ്ട. കാരണം സാധാരണ ലൗകിക വിഷയത്തിൽ അങ്ങനെയാ ഇല്ലേ? നീ ആ പുഷ്പത്തെ നല്ലപോലെ കണ്ടു. ആ പുഷ്പത്തെ ഞാൻ ആ പുഷ്പത്തെ നല്ലപോലെ കണ്ടില്ലല്ലോ. നല്ലപോലെ കണ്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കണ്ടില്ല എന്ന് തന്നെയാ. ഞാൻ കണ്ടു, നല്ലപോലെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ കണ്ടിട്ടില്ല എന്ന് തന്നെയാ അർത്ഥം. അത് വിഷയത്തെ സംബന്ധിച്ച. ഇവിടെ വിഷയമല്ല, വിഷയുടെ സ്വരൂപത്തെയാണ് ബ്രഹ്മമെന്ന് ഉപദേശിച്ചത്. അതുകൊണ്ട് ശിഷ്യൻ തൻ്റെ ആ വിജ്ഞാനദാർഢ്യത്തെ ഗുരുവിന് മുമ്പിൽ പ്രകടമാക്കുകയാണ് ചെയ്യുന്നത്. നാഹം മന്യേ സുവേദേതി, സുവേദ ഇതി നാഹം മന്യേ, നല്ലതുപോലെ മനസ്സിലാക്കുന്നവൻ എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. നല്ലതുപോലെ അറിഞ്ഞിരിക്കുന്നു എന്ന് ഇല്ല. നാ അറിഞ്ഞിട്ടില്ലേ? നോ ന വേദേതി, അറിയുന്നില്ല എന്നില്ല. എന്നുവെച്ചാൽ എന്താ അർത്ഥം? അറിയുന്നില്ല എന്നില്ല എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു നെഗറ്റീവിനെ നെഗേറ്റ് ചെയ്താൽ അത് ശക്തമായ പോസിറ്റീവാണ്, അത് സംശയമില്ല. അപ്പം വേദ എന്ന് പറയുന്നതിനേക്കാൾ ശക്തിയാണ് ന വേദ ഇതിന. നിഷേധത്തെ നിഷേധിക്കുന്നതിലൂടെ അനിഷേധ്യഭാവത്തെ എടുത്തു കാണിക്കുന്നു. അറിയുന്നു. വേദച്ച, അറിയുന്നു. ഭാഷ്യകാരൻ പറയുന്നു വേദച്ച എന്നുള്ളത് കൊണ്ട് വേദ ന ച എന്നും വേണമെങ്കിൽ പറഞ്ഞോളൂ എന്ന്. അതായത് അറിയുന്നില്ല എന്ന് വെച്ചാൽ അത് അറിയപ്പെടേണ്ടത് അല്ല. അപ്പം നോക്കൂ, ഞാൻ നല്ലതുപോലെ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നില്ല, മനസ്സിലാക്കിയില്ല എന്നില്ല. എന്നുവെച്ചാൽ എന്താർത്ഥം? മനസ്സിലാക്കിയിരിക്കുന്നു എന്നാൽ മനസ്സിലാക്കിയിട്ടില്ല എന്നും പറയാം, അല്ലെങ്കിൽ മനസ്സിലാക്കിയിരിക്കുന്നു എന്നും പറയാം. രണ്ടും ശരിയാ. എന്താ ദൃഢത! ഇതാ ഭാഷ്യകാരൻ പറഞ്ഞ് ഗർജിച്ചു എന്ന്. ഗുരുനാഥൻ്റെ മുമ്പിൽ വന്നിട്ട് ശിഷ്യനൊരു ഗർജനമാണ്. ഇനി ഇതെൻ്റെ മാത്രം അനുഭവമല്ല, ഇതെൻ്റെ മാത്രം അറിവല്ല. യഹ നഹ തദ്വേദ, നഹ ഞങ്ങളുടെ കൂട്ടത്തിൽ, ഞങ്ങളുടെ കൂട്ടത്തിൽ, ഞങ്ങളുടെ കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ അന്തേവാസിമാരായി ഇവിടെ താമസിച്ച് പഠിക്കുന്ന ഞങ്ങളുടെ കൂട്ടത്തിൽ യഹ യാതൊരാൾ തദ്വേദ അതിനെ അറിയുന്നുവോ, തദ്വേദ അറിയുന്നു. അയാൾക്കും ഇതൊക്കെ അറിയാം. എൻ്റെ മാത്രം അറിവല്ല ഇത്. ഇതിനെനിക്ക് മാത്രമേ അറിയാൻ കഴിയൂ എന്നൊന്നുമില്ല. ഇതിനെ ഞാൻ മാത്രമേ അറിഞ്ഞിരിക്കുന്നുള്ളൂ എന്നില്ല. എന്നെപ്പോലെ അങ്ങയുടെ മറ്റു ശിഷ്യന്മാരും അറിഞ്ഞവരെ അറിഞ്ഞിരിക്കുന്നു. ആരറിഞ്ഞു ആരറിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് പറയാൻ വയ്യ. അവിടെ എക്സ് അറിഞ്ഞു വൈ അറിഞ്ഞു എന്ന് നമുക്ക് പറയാൻ വയ്യ. പക്ഷെ അറിഞ്ഞവൻ അറിഞ്ഞിട്ടുണ്ട്. എന്തൊരു ആർജവത്തോടുകൂടിയുള്ള പ്രഖ്യാപനം നോക്കൂ. ഞാനേ ഉള്ളൂ ഗുരുനാഥ അങ്ങയുടെ ശിഷ്യന്മാരിൽ അറിഞ്ഞവൻ എന്നൊന്നുമില്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ ആരറിഞ്ഞിരിക്കുന്നുവോ അവർ അറിഞ്ഞിരിക്കുന്നു. തദ്വേദ നൂന വേദേതി വേദച്ച, അവർക്കൊക്കെ ഇതറിയാം. എന്ത്?
അറിയുന്നില്ല എന്നില്ല, അറിയുന്നു എന്നവർക്കറിയാം. കഴിഞ്ഞു ഗുരുശിഷ്യ സംവാദം. ഇനി ഗുരുശിഷ്യ സംവാദം ഇല്ല. ശ്രദ്ധിക്കുക. കാരണം ഈ ആത്മാനുഭവത്തിലേക്ക്, സ്വരൂപബോധത്തിലേക്ക്, സർവ സംശയത്തിനുമുപരിയുള്ള സ്വരൂപനിഷ്ഠയിലേക്ക് സാധകൻ ഉയർന്നു കഴിഞ്ഞു. വിശേഷണ വിശേഷ്യ ഭാവങ്ങളില്ലാത്ത സ്വരൂപത്തെ സാക്ഷാത്കരിച്ചു കഴിഞ്ഞു. അതിനെ ഗുരുനാഥന് മുമ്പിൽ വിളിച്ചു പറയാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ ഗുരുനാഥൻ നിർദ്ദേശിച്ചതനുസരിച്ച് മനനം ചെയ്യാൻ പോയത് കൊണ്ട് തൻ്റെ പ്രത്യയം ഗുരുവിന് മുമ്പിൽ വെളിപ്പെടുത്തി. ആ വെളിപ്പെടുത്തിയതിൽ എന്തെങ്കിലും പെശകുണ്ടെങ്കിൽ ഇനിയും തിരുത്താനുള്ള അധികാരം ഗുരുനാഥനുണ്ട്. ഇവിടെ നമ്മൾ ഗുരുശിഷ്യ സംവാദത്തിൻ്റെ പരിസമാപ്തിയെ കാണുന്നു. നൈവ ഗുരുർ ന ശിഷ്യ. ഇനി ഗുരു ഇല്ല, ശിഷ്യനോ ഇല്ല. ശ്രദ്ധിക്കുക, ഇതാണ് വേദാന്തശാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം. മറ്റേതൊരു വിഷയത്തിലും മറ്റേതൊരു മേഖലയിലും ഗുരു എന്നും ഗുരു തന്നെ, ശിഷ്യനെന്നും ശിഷ്യൻ തന്നെ. കാരണം ഗുരു കുറച്ച് ബാക്കി വയ്ക്കും, എല്ലാം കൊടുക്കില്ല. അതുകൊണ്ട് നിനക്കെന്നും ഞാനുണ്ട്, നിനക്കെന്നും ഞാനുണ്ട്, നീ എന്തിനു പേടിക്കണം? ഗുരു അങ്ങ് മരിച്ചു പോയാലോ? സാരമില്ല, എൻ്റെ ഫോട്ടോ വെച്ചോളൂ, ഫോട്ടോയിലൂടെ ഞാൻ നിന്നെ രക്ഷിക്കും. എന്നും നീ ആശ്രിതൻ, എന്നും നീ ആശ്രിതൻ, എന്നും നീ കേഴേണ്ടുന്നവൻ. ശ്രദ്ധിക്കുക. ഇന്നലെ പറഞ്ഞത് ആവർത്തിക്കുകയാണ്. എല്ലാവർക്കും വേദാന്തം ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. ചിലർക്കൊക്കെ വേദാന്തത്തെ ഭയവുമായിരിക്കും. കാരണം നമ്മുടെ പല ധാരണകളെയും വേദാന്ത പഠനം ശുദ്ധമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തിരുത്തേണ്ടതായി വരും. ഏതായാലും ഇവിടെ ഗുരുശിഷ്യ സംവാദം കഴിഞ്ഞു. ഇവിടെ ഗുരുശിഷ്യന്മാരില്ല, കഴിഞ്ഞു. ഇവിടെ നിനക്ക് ഞാനുണ്ടെന്നുള്ള തലം കഴിഞ്ഞു, നിനക്ക് നീയുണ്ട്. നീയാണ് പരമമായത്. ആ ഒരു പരമമായ തലത്തിലേക്ക് ഇവിടെ നമ്മൾ എത്തിച്ചേരുകയാണ്. ഇനി എന്താ അറിയാനുള്ളേ? ഇനി ഒന്നുമില്ല, കൃതാർത്ഥനായി. ശ്രദ്ധിക്കുക, അതാ പറയണത് ഇവിടെ. യോ നസ്തദ്വേദ തദ്വേദ നൂന വേദേതി വേദച. ഞങ്ങളുടെ കൂട്ടത്തിൽ ആരറിയുന്നുവോ അവർക്കറിയാം. എനിക്ക് മാത്രമൊന്നുമല്ല, അവർക്കെല്ലാം അറിയാം. എന്ത്? അറിയുന്നില്ല എന്നില്ല, എല്ലാവരും അറിയുന്നു. അറിഞ്ഞവരൊക്കെ അറിയുന്നു, അറിയാത്തവനൊന്നും അറിഞ്ഞിട്ടുമില്ല. കാരണം അവൻ എന്നും അറിയേണ്ടുന്ന വിഷയമായി ബ്രഹ്മത്തെ മനസ്സിലാക്കും. അവനെ സംബന്ധിച്ച് ബ്രഹ്മം ഒരു വിഷയമാണ്. അവനെന്നും വിഷയമായിരിക്കും ബ്രഹ്മം. എന്നിട്ട് അതിനെക്കുറിച്ച് പര്യാലോചന ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകും. വിഷയമാണ്. ഇവിടെ വിഷയിയുടെ സ്വരൂപമാണെന്ന തിരിച്ചറിവിൽ ഇത് നല്ലതുപോലെ അറിയപ്പെടേണ്ടതല്ലെന്നറിഞ്ഞു. ഇവിടെ ഗുരുശിഷ്യ സംവാദ രൂപമായ ശ്രുതിഭാഗം കഴിഞ്ഞു. അഥവാ ശിഷ്യൻ സ്വരൂപബോധത്തിലേക്ക് ഉയർന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഗുരു ഇവിടെ തിരുത്തി പറഞ്ഞു കൊടുക്കുമായിരുന്നു. ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഗുരുശിഷ്യ സംവാദമൊക്കെ കേട്ടിരിക്കുന്നുണ്ട് നമ്മൾ, അല്ലേ? അപ്പോൾ നമ്മളോട് ശ്രുതിക്ക് എന്താ പറയാനുള്ളത്? അത് കേൾക്കണ്ടേ? ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളതൊക്കെ
ഈ ഗുരുശിഷ്യ സംവാദരൂപമായ ശ്രുതിഭാഗം കേട്ടുകൊണ്ടിരുന്ന ശ്രോതാക്കളോട് ശ്രുതി പറയുകയാണ്. യസ്യാമതം തസ്യ മതം മതം യസ്യ ന വേദസഃ അവിജ്ഞാതം വിജാനതാം വിജ്ഞാതമവിജാനതാം. അതിനല്ലേ മന്ത്രം? ചിലയിടത്തൊക്കെ പുസ്തകം കയ്യിലുണ്ട്. ശരി. യസ്യാമതം തസ്യ മതം മതം യസ്യ ന വേദസഃ അവിജ്ഞാതം വിജാനതാം വിജ്ഞാതമവിജാനതാം. ശ്രദ്ധിക്കണേ, ഗുരുശിഷ്യ സംവാദരൂപമായ ശ്രുതി കേട്ടുകൊണ്ടിരുന്ന നമ്മൾ, അവിടെ ഗുരുവും ശിഷ്യനൊക്കെ കഴിഞ്ഞു പോയി, ഗുരു ശിഷ്യനൊക്കെ പോയ അവിടെ. ഇപ്പം ഗുരു ശിഷ്യനും ഒന്ന് തന്നെ, രണ്ടില്ല അവിടെ. അവിടെ രണ്ടില്ല. മറ്റേത് ശാസ്ത്രത്തിലും രണ്ടുണ്ട്, വേദാന്തം ഒഴിച്ച്. എന്താ സംശയം? പണ്ട് പുലിയെ പൂച്ച പഠിപ്പിച്ചു, മരം കയറാനൊക്കെ എല്ലാം പഠിപ്പിച്ചു. എല്ലാ പൂച്ച ഗുരുവാ പുലിയുടെ, എല്ലാം പഠിപ്പിച്ചു. അവസാനം പഠിപ്പിക്കുക മരം കയറാൻ. മരം കയറി മുകളിലെത്തിയപ്പോൾ പുലി ചോദിച്ചു, ഗുരു, എല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞോ? എല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞു. ഇനിയൊന്നും പഠിപ്പിക്കാനില്ലേ? ഇനിയൊന്നും പഠിപ്പിക്കാനില്ല. ഉറപ്പാണേ? ഉറപ്പാ. പുലി ഒരു ചാട്ടം പൂച്ചയെ പിടിക്കാൻ വേണ്ടി ഒരൊറ്റ ഓട്ടം പൂച്ച. അയ്യോ, ഇത് പഠിപ്പിച്ചില്ലല്ലോ. കാരണം പുലിക്ക് താഴേക്ക് നോക്കി മരം ഇറങ്ങാൻ കഴിയില്ല. പുലിക്ക് എങ്ങനെയാണോ മരം മുകളിലേക്ക് നോക്കി കയറിയത് അതുപോലെ പിടിച്ചിറങ്ങാനേ കഴിയൂ. കൈ ഇങ്ങനെ പിടിച്ച് താഴേക്ക് ഇറങ്ങാനേ പുലിക്ക് കഴിയൂ. പൂച്ചയോ? പൂച്ച ഏത് സ്പീഡിൽ മുകളിൽ കയറിയോ അതേ സ്പീഡിൽ താഴേക്ക് നോക്കി ഇറങ്ങും. പൂച്ച ഓടിപ്പോയി പുലിക്ക് കടക്കാൻ പറ്റാത്ത ചെറിയൊരു സ്ഥലത്തിൻ്റെ ഉള്ളിൽ പോയി. എടാ കള്ള, നീ എന്ത് എന്നെ എല്ലാം പഠിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെ നിന്നെ അത് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ എന്നെ വെറുതെ വയ്ക്കുമോ? അതാ പൂച്ചഗുരു. പൂച്ചഗുരു എല്ലാം പറഞ്ഞു കൊടുക്കില്ല. കാരണം തനിക്കെന്നും ഗുരുവായിരിക്കണം, തന്നെ എന്നും ശിഷ്യം പൂജിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ഗ്രേഡ് കൂടുതൽ തനിക്ക് ഉണ്ടാവണം. അതെ, ഏതെങ്കിലും ഒരു മേഖലയിൽ എന്തെങ്കിലും ഒരു വർദ്ധിച്ച ഗ്രേഡ് തനിക്കുണ്ടാവണം. അതുകൊണ്ടെല്ലാം ശിഷ്യൻ ഒരിക്കലും ഗുരു കൊടുക്കില്ല. ഏത് മേഖലയിൽ? വേദാന്തം ഒഴിച്ചുള്ള ശാസ്ത്രങ്ങളിൽ. എന്നാൽ വേദാന്തത്തിൽ രണ്ടില്ല. അവിടെ ഗുരുവും ശിഷ്യനും ഇല്ല. ഗുരുവും ശിഷ്യനും എന്നും ശേഷിക്കുന്നുവെങ്കിൽ അത് വേദാന്തമായിട്ടും ഇല്ല. നൈവ ശിഷ്യ നൈവ ഗുരു. കാരണം ഇനി ഒരു പ്രാപ്യമില്ല, ഇനിയൊരു അന്വേഷണമില്ല. ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയാഃ ക്ഷീയന്തേ ചാസ്യ കർമാണി തസ്മിൻ ദൃഷ്ടേ പരാവരേ. തസ്മിൻ പരാവരേ ദൃഷ്ടേ. ആ പരാവര സ്വരൂപത്തെ സ്വയം സാക്ഷാത്കരിക്കുമ്പോൾ ഹൃദയഗ്രന്ഥികളെല്ലാം ഭേദിക്കപ്പെടുന്നു, സർവസംശയങ്ങളും ഛേദിക്കപ്പെടുന്നു, സർവകർമ്മങ്ങളും ക്ഷയിച്ചു പോകുന്നു. ഇനി എന്ത് വ്യവഹാരം ബാക്കി? ഇനിയൊരു വ്യവഹാരവും ബാക്കിയില്ല. ശിഷ്യനിപ്പോൾ ജീവൻ മുക്തനായി കഴിഞ്ഞു, ഗുരുവും ജീവൻ മുക്തൻ തന്നെ. ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഗുരുശിഷ്യ സംവാദരൂപമായ ശ്രുതി പിന്തിരിഞ്ഞ് ഇത് കേട്ട് പഠിച്ചുകൊണ്ടിരുന്ന നമ്മളോട് ശ്രുതി നേരിട്ട് സംവദിക്കുകയാണ്. യസ്യ അമതം തസ്യ മതം. യസ്യ മതം സഹ ന വേദ. യസ്യ അമതം യസ്യാമതം തസ്യ മതം. ആര് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല എന്നറിയുന്നുവോ അവൻ അറിയുന്നു. എന്നാൽ യസ്യ മതം, ആര് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു എന്നറിയുന്നുവോ സ നവേദ, അവൻ അറിയുന്നില്ല. കാരണം
അറിയുന്നവൻ അറിയപ്പെടുന്നത് എന്ന ഭേദമുള്ളിടത്ത് മാത്രമേ ഒരു വിഷയമായി ഇത് അറിയപ്പെട്ടു എന്ന് പരാമർശിക്കപ്പെടാൻ പറ്റൂ. എന്ത് അറിയപ്പെട്ടു, അറിയുന്ന എന്നാൽ അറിയപ്പെട്ടു എന്ന് എന്തിനെ സംബന്ധിച്ച് നമ്മൾ പറയുന്നുണ്ട്, അതൊക്കെ വിഷയമാണ്. അപ്പോൾ ഒരു വിഷയമായി ബ്രഹ്മത്തെ സ്വീകരിച്ചവനാണ് എന്തു പറയുന്നത്? ഞാൻ ബ്രഹ്മത്തെ മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പോൾ ആരാണോ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത്, അവൻ മനസ്സിലാക്കിയിട്ട് ഇല്ല. എന്നാൽ ഏതൊരു മഹാനുഭാവനാണോ മനസ്സിലാക്കപ്പെടേണ്ടുന്ന വിഷയമല്ല ബ്രഹ്മം, സ്വരൂപമാണ്, വിഷയിയുടെ സ്വരൂപമാണ്, അതുകൊണ്ട് വിഷയിയുടെ സ്വരൂപത്തിൽ നിന്ന് അന്യമായ സ്ഥാനത്ത് മനസ്സിലാക്കപ്പെടുന്നതല്ല എന്നറിയുന്നത്, അവൻ മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പോൾ ഇത് പഠിപ്പിച്ച ശേഷം ഗുരുനാഥൻ ചോദിക്കുക, മനസ്സിലായില്ലേ? എന്താ പറയുക? മനസ്സിലായി എന്ന് പറഞ്ഞാൽ കുഴപ്പം, മനസ്സിലായില്ല എന്ന് പറഞ്ഞാലും കുഴപ്പം. മൗനം ജൈവാസ്മി ഗുഹ്യാന. അവിടെ മൗനമാണ് അവിടെ മാർഗം. ആ മൗനം അറിയേണ്ടവൻ അറിയും. ആ മൗനത്തിൻ്റെ ആഴം അറിയുന്നവന് അറിയും. ദക്ഷിണാമൂർത്തി പരമസത്യം ഋഷീശ്വരന്മാർക്ക് ഉപദേശിച്ചത് മൗനത്തിലൂടെയാണ്. ആ മൗനമാണത്. മൗനവ്യാഖ്യ പ്രകടിത പരബ്രഹ്മതത്വം. ശ്രദ്ധിക്കുക, ആ മൗനമാണത്. ഇല്ലെങ്കിൽ ശിഷ്യൻ ഗർജിച്ച പോലെ ഗർജിക്കണം. എന്താണ്? നാഹം മന്യേ സുവേദേതി നോനവേദേതി വേദച യോ നസ്തദ്വേദ തദ്വേദ നോനവേദേതി വേദച. മതി, എന്നാലും പ്രശ്നം കഴിഞ്ഞു. ഒന്നുകിൽ മൗനം, അല്ലെങ്കിൽ ആ ഗർജനം. രണ്ടിന് നടുക്കൊരവസ്ഥയില്ല. രണ്ടും ആവാം. ശ്രദ്ധിക്കുക, ഇത് ശ്രുതി നേരിട്ട് പറയുന്നതാണ്. അപ്പോൾ താല്പര്യം ഇവിടെ ഗുരുനാഥന് മുമ്പിൽ സ്വാനുഭൂതിയെ പ്രകാശിപ്പിച്ച ശിഷ്യന്റെ വാക്യത്തെ പൂർണ്ണമായി ശ്രുതി അംഗീകരിച്ചു. അതാണല്ലോ യസ്യാ മതം തസ്യ മതം, മതം യസ്യ ന വേദസ. യസ്യ മതം ന വേദസ സഹ ന വേദ. അവനറിയുന്നില്ല, അവനറിയുന്നില്ല. ആര്? ഞാൻ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നവൻ അറിയുന്നില്ല. അവിജ്ഞാതം വിജാനതാം, വിജ്ഞാതം അവിജാനതാം. വിജാനതാം വിശേഷേണ അറിഞ്ഞു എന്ന് മനസ്സിലാക്കുന്നവർക്ക് അവിജ്ഞാതമാണ് ബ്രഹ്മം. വിശേഷേണ അറിഞ്ഞു, നല്ലപോലെ ഞാൻ മനസ്സിലാക്കി എന്ന് ആര് വിചാരിക്കുന്നുണ്ടോ അവർക്ക് അവിജ്ഞാതമാണ് ബ്രഹ്മം. അവർ മനസ്സിലാക്കിയിട്ടില്ല, അവരറിഞ്ഞിട്ടേ ഇല്ല. വിജ്ഞാതം അവിജാനതാം. എന്നാൽ വിശേഷേണ ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കുന്നവർ വിശേഷേണ അറിഞ്ഞിരിക്കുന്നു, അവർക്കറിയാം. ആരാണോ ഒരു വിഷയമായി ബ്രഹ്മത്തെ ഞാൻ വിശേഷേണ അറിഞ്ഞിരിക്കുന്നു എന്നറിയുന്നത്, അവർക്ക് വിഷയമാണ് ബ്രഹ്മം. അവരൊരു വസ്തു മനസ്സിലാക്കിയിട്ടില്ല. എന്നാൽ വിഷയമല്ലാത്തത് കൊണ്ട് വിശേഷേണ അറിയപ്പെടുകയില്ല എന്നറിഞ്ഞവർ വിശേഷജ്ഞാനികളാണ്. അവരാണ് വിശേഷജ്ഞാനികൾ. ശ്രദ്ധിക്കുക, ഈ തലത്തിൽ വാക്കുശലന്മാർ പോലും വാക്കിൻ്റെ പരിമിതിയെ വിളിച്ചു പറയുന്നത് നമുക്ക് കാണാം. അതെ, അങ്ങേയറ്റത്തെ വർണ്ണനാത്മക ഭാവത്തോടുകൂടി ശാസ്ത്രവ്യാഖ്യാനം ചെയ്ത പ്രകരണങ്ങളിൽ
ഈയൊരു തലത്തിലെത്തുമ്പോഴത്തേക്ക് വാക്കിൻ്റെ ദാരിദ്ര്യം, പദദാരിദ്ര്യം ആണിവിടെ. യസ്യാമതം തസ്യ മതം, മതം യസ്യ നവേദസ, അവിജ്ഞാതം വിജാനതാം, വിജ്ഞാതം അവിജാനതാം. സുന്ദര പ്രയോഗമാണെങ്കിൽ അവിടെ ഒരു ദാരിദ്ര്യമുണ്ട്. പദങ്ങളെ ആവർത്തിക്കുക, സുന്ദരമാ. അഹോ ശാസ്ത്രം, അഹോ ശാസ്ത്രം, അഹോ ഗുരുരഹോ ഗുരു, അഹോ അഹം, അഹോ അഹം. ശാസ്ത്രം, അഹോ അഹോ, എന്താ പത് ശാസ്ത്രം, എന്താ ഗുരു, ഞാനാരാ, ആവർത്തിക്കുക, തൻ്റെ കേമത്തം വിളിച്ചു പറയുക. അവിടെയൊക്കെ വാക്കുകൾ പിന്തിരിയുകയാണ്. ഈ വാക്കുകൾക്ക് അതീതമായിരിക്കുന്ന പരമമായ സത്യബോധത്തിലേക്ക് ഉയർന്ന സാധകൻ്റെ അവസ്ഥയെ വിളിച്ചോതുന്നതാണ് ഈ മന്ത്രം. ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഈ മന്ത്രം നല്ലപോലെ വീണ്ടും വീണ്ടും വിചാരം ചെയ്യപ്പെടട്ടെ. ഏതാ മന്ത്രം? യസ്യാമതം തസ്യ മതം. ഇതൊക്കെ ഒരു ശാസ്ത്രത്തെ, ഏതെങ്കിലും ഒരു വസ്തുവെ, ഏതെങ്കിലും ഒരു വിഷയത്തെ വ്യത്യസ്ത ദൃഷ്ടികളിലൂടെ നമുക്ക് നോക്കിക്കാണാം. അതത് ദൃഷ്ടിക്കനുസരിച്ച് അത് ശരിയാണ് താനും. പക്ഷേ ഒരു ശാസ്ത്രത്തിൻ്റെ പരമതലത്തെ നിരൂപണം ചെയ്താൽ അതിൽ മറ്റെല്ലാം അന്തർഭവിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം യസ്യാമതം തസ്യ മതം, മതം യസ്യന വേദസ എന്നൊക്കെ ഉള്ളത് സർവ്വവ്യവഹാരങ്ങൾക്കും അപ്പുറത്തുള്ളൊരു തലമാണ്. അതിനെ ചൂണ്ടിക്കാണിക്കാനാണ് ഇത്തരം പദപ്രയോഗങ്ങളെ ശ്രുതി ഭഗവതി സ്വീകരിച്ചിട്ടുള്ളത്. അല്ലാതെ നമ്മൾ ചിലപ്പോൾ ഇത്തരം വാക്യങ്ങളെയൊക്കെ എന്തെങ്കിലും ചില ലൗകികങ്ങളായ തലങ്ങളിൽ വ്യാഖ്യാനിച്ചുകൂടുന്നില്ല. അങ്ങനെ ദ്രവ്യപരമായോ ഊർജപരമായോ ഒക്കെ വ്യാഖ്യാനങ്ങൾ വരാം. ഊർജപരമായിട്ട് വ്യാഖ്യാനിക്കുക, ദ്രവ്യപരമായിട്ട് വ്യാഖ്യാനിക്കുക. പ്രത്യേകിച്ച് ഊർജപരമായിട്ടൊക്കെ വ്യാഖ്യാനിച്ചാൽ ചിലപ്പോൾ പെട്ടെന്നൊരാകർഷണീയതയൊക്കെ തോന്നിയെന്ന് വരും. ധാരാളം പേർ അതിലേക്ക് ആകൃഷ്ടരായി എന്ന് വരും. പക്ഷേ അത് തെറ്റെന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അത് പരമതലം അല്ല. കാരണം ദ്രവ്യത്തിനും ഊർജത്തിനും എല്ലാം ഉപരിയുള്ള കേവല സത്താസ്വരൂപത്തെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഉപനിഷത്തിനെ ഉപനിഷത്ത് തലത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരാൻ പറ്റില്ല. നമുക്കൊന്നും കൂടി ഇറക്കിക്കൊണ്ടുവന്ന് വ്യാഖ്യാനിച്ചാൽ എളുപ്പമുണ്ടാകുമായിരിക്കാം. എനിക്ക് എൻ്റെ പരിമിതികൾ അറിയാം. അതുകൊണ്ട് ഒരാൾ ഗൗരീശങ്കരത്തിലേക്ക് എന്നെ ക്ഷണിച്ചാൽ ഞാൻ തയ്യാറാവില്ല. ഗൗരീശങ്കരത്തിലേക്ക് നടന്നു കയറാൻ ഞാനില്ല, എനിക്ക് പറ്റില്ല. എത്രയോ പേര് എവറസ്റ്റ് കീഴടക്കിയിട്ടുണ്ട്, സന്തോഷം. ഞാൻ എവറസ്റ്റിലേക്ക് കയറാൻ ഞാനില്ല. എവറസ്റ്റിന് എൻ്റെ തലത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവരരുത്. സാധിക്കുമെങ്കിൽ എവറസ്റ്റിൻ്റെ തലത്തിലേക്ക് ഉയരാൻ ശ്രമിക്കുക. സാധിക്കില്ലെങ്കിൽ ദൂരെ നിന്ന് ആദരവോടുകൂടി തൊഴുക. അത് മതി. പറഞ്ഞ അർത്ഥം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഉപനിഷത്തിനെ ജനസാമാന്യ തലത്തിലേക്ക് ഒന്നുകിൽ കയ്യടി വാങ്ങാനോ അല്ലെങ്കിൽ ദക്ഷിണ കിട്ടാനോ അല്ലെങ്കിൽ നല്ല ആചാര്യൻ എന്ന പേരെടുക്കാനോ ഒക്കെ ഇറക്കിക്കൊണ്ടുവരാൻ വയ്യ. സമൂഹത്തെ ക്രമമായി വിചാരപ്രക്രിയയിൽ പടിപടിയായി ഉയർത്തി ഉപനിഷത്തിൻ്റെ തലത്തിലേക്ക് ഉയർത്താൻ ശ്രമിക്കുക. ഇല്ലേ, ദൂരെ നിന്ന് ഉപനിഷത്തിനെ ഒന്ന് തൊഴുക. അമ്മേ, നിൻ്റെ ഔന്നത്യം. ഉപനിഷത്ത് സ്ത്രീയാ, ശ്രദ്ധിക്കണേ. ഉപനിഷത്ത് സ്ത്രീലിംഗമായതുകൊണ്ടാണ് അമ്മയെന്ന് പറഞ്ഞേ. ഉപനിഷത്ത് സ്ത്രീയാണ്, സ്ത്രീലിംഗമാണ്. നിൻ്റെ ഔന്നത്യം ഇതാ ഞാൻ ദൂരെ നിന്ന് അറിയുന്നു, ഞാൻ ആദരിക്കുന്നു. അത് മതി. ഇത് പറയാൻ കാരണം ഇത്തരം മന്ത്രങ്ങളെയൊക്കെ നമ്മൾ തീർത്തും ലൗകിക തലത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവന്ന് വ്യാഖ്യാനിച്ച്
ഇതിനെ മറ്റ് പലതുമായി കൂട്ടിക്കലർത്തി പറയുമ്പോൾ അത് കുറച്ച് സങ്കടമാണ്. ശ്രദ്ധിക്കുക. പറഞ്ഞ വ്യക്തമെന്ന് വിചാരിക്കുന്നു. വ്യക്തമാണല്ലോ. അതുകൊണ്ട് എനിക്ക് ഗൗരീശങ്കരത്തിലേക്ക് കയറാൻ കഴിയില്ലെങ്കിൽ അതിനെ ഇറക്കി കൊണ്ടുവരരുത്, അതവിടെ നിൽക്കട്ടെ. എനിക്ക് ദൂരെ നിന്ന് അതിനെ ആദരവോട് കൂടി കാണാം. എനിക്ക് കഴിവില്ല എന്നുള്ളതുകൊണ്ട് അതിനെ പൊട്ടിച്ച് അറ്റങ്ങോട്ട് കൊണ്ടുവന്നിട്ട് നമ്മൾ കേമന്മാരാണല്ലോ. ഏത് മല കണ്ടാലും പൊട്ടിക്കാൻ നമ്മൾ കേമരാണല്ലോ. അതുകൊണ്ട് മലയാളിയെ കൊണ്ടുപോയാൽ മതി ഗൗരീശങ്കരത്തേക്ക് ഒറ്റ പ്രാവശ്യം കഴിഞ്ഞു. അതോടുകൂടി അവനവിടെ തോട്ട വെച്ച് അവിടെ ഡൈനാമിറ്റ് വെച്ച് അവൻ ലോറിയിൽ ഇറക്കി കൊണ്ടുവരും. നല്ലത് തന്നെ. സാധ്യമല്ല. അതിൻ്റെ ഔന്നത്യം അവിടെ ഇരിക്കട്ടെ. അതിനെ വ്യാഖ്യാനിച്ച് ഇറക്കിക്കൊണ്ടുവരരുത്. അതിലേക്ക് സ്വയം ആരോഹണം ചെയ്യുക. ഈ പറഞ്ഞത് പലർക്കും പ്രിയമാവില്ല. പ്രിയമായാലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം. ഒരനുഭവം പറഞ്ഞു തരാം. ഒരിക്കൽ ഒരു സ്ഥലത്ത് ഒരു വലിയ വാദ്യവിശാരദൻ, അദ്ദേഹത്തെ ആദരിക്കുന്നൊരു ചടങ്ങുണ്ടായിരുന്നു. കോഴിക്കോട് ജില്ലയിലാണ്. അദ്ദേഹം വലിയൊരു മഹാനാണ്, വാദ്യവിശാരദനാണ്. ഒരുപാട് ശിഷ്യന്മാരുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ആദരിക്കുന്നൊരു ചടങ്ങ്. അവിടെ അടുത്ത് നമ്മുടെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചടങ്ങിന് നമ്മളെ കൂടി ക്ഷണിച്ചു. തീർച്ചയായിട്ടും ചെല്ലാമെന്ന് പറഞ്ഞു. ഇഷ്ടമുള്ള വിഷയമാണ് പാട്ട്, ഇതൊക്കെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ അതിൽ ചില രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ട് പ്രസംഗിക്കാൻ. ഒരു ലോക്കൽ വലിയ രാഷ്ട്രീയ നേതാവുണ്ട്. ഇദ്ദേഹം പ്രസംഗിച്ചത് എന്താണെന്നറിയോ? ഇദ്ദേഹത്തെ പേര് പറഞ്ഞിട്ട് നമുക്ക് വളരെ ബഹുമാനമാണ്. ഇദ്ദേഹം കലയ്ക്ക് ചെയ്ത സേവനം വളരെ വളരെ വലുതാണ്, വാക്കുകൊണ്ട് വർണ്ണിക്കാനാവാത്തതാണ്. പക്ഷേ എങ്കിൽ തന്നെയും എനിക്കൊരു അഭിപ്രായ വ്യത്യാസം ഇദ്ദേഹത്തോടുള്ളത് ഞാൻ പരസ്യമാക്കാൻ ഈ വേദി ഉപയോഗിക്കുകയാണ്. ഇദ്ദേഹം ഈ കലയെ ജനകീയമാക്കിയിട്ടില്ല. ഇദ്ദേഹം ജനകീയമാക്കേണ്ടതായിരുന്നു. ഇതിനെ തായമ്പകയും മറ്റും ജനകീയമാക്കേണ്ടതായിരുന്നു. ഇതാണ് പ്രസംഗിച്ചത്. അപ്പോൾ ജനങ്ങൾക്കൊക്കെ തോന്നി ശരിയല്ലേ, പറഞ്ഞത് ശരിയാണ്, ജനകീയമാക്കിയിട്ടില്ല. ഇത്ര ജനകീയമാക്കിയ ഒരു ആചാര്യൻ ആ പ്രദേശത്തില്ല കേട്ടോ. അത്രയ്ക്കധികം ശിഷ്യന്മാർ അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് നമ്മൾ തുടർന്ന് പ്രസംഗിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, ഇവിടെ 63 ആൾക്കാരുണ്ട് ഇരിക്കുന്നത്. എണ്ണി നോക്കി എത്ര പേര് ഇരിക്കുന്നുണ്ടെന്ന്. 63 ആൾക്കാരാണ് ഇരിക്കുന്നത്. 63 ചെണ്ടയും 126 കോലും കൊണ്ടുവരിക, എല്ലാവർക്കും കൊടുക്കുക. കൊട്ടടാ കൊട്ട് എന്ന് പറയുക. ഞാനും കൊട്ട. എന്ത് വിഡ്ഢിത്തമാണിത്! ഇതിനെ ജനകീയമാക്കാൻ പറ്റുമോ? അതിലേക്ക് അഭിരുചിയുള്ള ആൾക്ക് ഗുരുനാഥൻ്റെ അടുത്ത് പോയി സമ്പ്രദായ ശുദ്ധിയോടുകൂടി പഠിച്ച് സാധന ചെയ്ത് അങ്ങനെ അരങ്ങേറ്റം കുറിച്ച് അവനും പാടാം. അല്ലാണ്ട് അതിൽ അഭിരുചിയുള്ള ആളൊക്കെ പിടിചണ്ട 2 മാട്ടം കൊടുക്കുന്നത് ജനകീയമാവുമോ? ഒരു പേപ്പറും കളർ പെൻസിലും കൊടുത്തിട്ട് ചിത്രം വരയ്ക്കുന്ന പറഞ്ഞാൽ എല്ലാവർക്കും വരയ്ക്കാനാവുമോ? ആരുടെ ഉള്ളിൽ ചിത്രകാരനുണ്ടോ അയാൾക്ക് ചിത്രം വരയ്ക്കാം. ആർക്കുള്ളിൽ കഥാകൃത്തുണ്ടോ അവന് കഥ എഴുതാം. ഇതൊന്നും ജനകീയമല്ല. എല്ലാവർക്കും എല്ലാത്തിലും അധികാരമുണ്ട്, അവനവൻ്റെ അഭിരുചി അനുസരിച്ച്. ഇത് ശ്രദ്ധിക്കണം. കാരണം ഇത് മനസ്സിലാക്കാതെ പലരും അധികാരിവാദത്തെ എതിർക്കുന്നത് കാണാറുണ്ട്, കേൾക്കാറുണ്ട്. അധികാരിവാദത്തെ എതിർക്കാനൊന്നും കഴിയില്ല. അതുകൊണ്ട് എനിക്ക് എവറസ്റ്റ് കയറാനുള്ള ക്ഷമത ഇല്ല എന്നറിയാം. അതുകൊണ്ട് ആര് പോകുന്നുണ്ടെങ്കിലും സന്തോഷം. യാത്രയയപ്പ് യോഗത്തിന് നമുക്കും പങ്കെടുക്കാം, ഒരു ചായയൊക്കെ കുടിക്കാം എന്നല്ലാതെ പോകാൻ തയ്യാറാവില്ല. ദൂരെ നിന്ന് ആദരിക്കുന്നു. പറഞ്ഞതിനർത്ഥം വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഉപനിഷത്തിൻ്റെ ആ ഒരു ഔന്നത്യം അതിനെ ആദരിക്കുക. ഇതിനൊരിക്കലും ഇറക്കിക്കൊണ്ടിരരുത്. അതുകൊണ്ട് ഈ മന്ത്രത്തെ അണുമാറ്റാൻ സാധ്യമല്ല. ഇത് തന്നെ മന്ത്രം. യസ്യാമതം തസ്യ മതം മതം യസ്യ ന വേദസഃ അവിജ്ഞാതം വിജാനതാം വിജ്ഞാതം അവിജാനതാം. എന്തുകൊണ്ട് ഇതിനേറെ സമയം ചെലവഴിച്ച്
ഇത്ര പറഞ്ഞു എന്നുള്ളത് നല്ലപോലെ ചിന്തിക്കുക. കാരണം പൊതുവേ സമൂഹത്തിൽ വളരെ ഇറക്കിക്കൊണ്ടുവന്ന് ദ്രവ്യപരമായും ഊർജപരമായും ഒക്കെ ഇതിനെ വ്യാഖ്യാനിക്കുന്ന സമ്പ്രദായങ്ങളുണ്ട്. അത് എവറസ്റ്റിനെ എൻ്റെ തലത്തിലേക്ക് കൊണ്ടുവരുന്നതിന് തുല്യമാണ്. അത് ഉപനിഷത്തിൽ സാധ്യമല്ല.